ما قرأناه من القرآن العظيم هذه هدية واصلة ورحمة نازلة وبركة شاملة أولا منا إلى حضرة النبي المصطفى محمد صلى الله عليه وسلم. اللهم صل إلى حضرات جميع الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين. اللهم زد لهم شرفا على شرفهم وفضلا على فضلهم وكرامة على كراماتهم. اللهم بحقهم وبجاههم يسر عسيرنا وسكل أمورنا وقض حوائجنا واشف أمراضنا وأد ديوننا يا ذا الجلال والإكرام. اللهم باركنا في جميع أمورنا خصوصا في أمرنا هذا يا رب العالمين. وفي القيامة شفيعا وعلى الصراط جوازا وفي الجنة رفيقا ومن النار سترا وحجابا. اللهم ارزقنا بكل حرف من القرآن حلاوة وبكل جزء من القرآن جزاء. اللهم اجعل الرأفة والرحمة والتقوى في قلوبنا يا ذا الجلال والإكرام. اللهم اجعل الصحة في أبداننا يا أرحم الراحمين. اللهم اجعل الشفاء في أمراضنا يا أرحم الراحمين. اللهم اجعل الأمن في ديارنا يا ذا الجلال والإكرام. اللهم اجعل العدل في ملوكنا وحكامنا يا ذا الجلال والإكرام. اللهم اجعل هذا الشهر الشريف العظيم شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الحمد لله الأحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. والصلاة والسلام على من لا نبي بعده وعلى آله وصحبه أجمعين. أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فما للذين كفروا قبلك مهطعين عن اليمين وعن الشمال عزين. أيطمع كل امرئ منهم أن يدخل جنة نعيم. كلا إنا خلقناهم مما يعلمون. فلا أقسم برب المشارق والمغارب إنا لقادرون على أن نبدل خيرا منهم وما نحن بمسبوقين. فذرهم يخوضوا ويلعبوا حتى يلاقوا يومهم الذي يوعدون. يوم يخرجون من الأجداث سراعا
സിറാഅൻ കഅന്നഹും ഇലാ നുസുബിൻ യൂഫിളൂൻ ഖാശിഅതൻ അബ്സാറുഹും തർഹഖുഹും ദില്ലഃ ذلك اليوم الذي كانوا يوعدون صدق الله العلي العظيم. ആദരണീയരായ രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, സ്നേഹനിധികളായ വിദ്യാർത്ഥി യുവജന സുഹൃത്തുക്കളെ, ക്ലാസ് റൂം വഴിയും മറ്റും ഇത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ സഹോദര സഹോദരിമാരെ, സർവശക്തനായ അല്ലാഹു നമ്മിൽ നിന്ന് വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന ഈ പ്രവർത്തനം അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആനിന്റെ യഥാർത്ഥ അഹ്ലുകാരിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മിലും അതുപോലെ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഭാര്യമാർ, സന്താനങ്ങൾ, ജ്യേഷ്ഠാനുജന്മാർ, നമ്മളോട് ബന്ധപ്പെട്ടവരിലുള്ള എല്ലാ രോഗങ്ങൾക്കും അല്ലാഹു പൂർണ്ണ ശമനം നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകളെ അല്ലാഹു നമുക്ക് മാപ്പാക്കി തരുമാറാവട്ടെ. വിശുദ്ധ റമളാൻ ഒരു കൂട്ടർക്ക് അനുകൂലമായി സാക്ഷി നിൽക്കും, വിശുദ്ധ ഖുർആനും ഒരു കൂട്ടർക്ക് അനുകൂലമായി സാക്ഷി നിൽക്കും. അല്ലാഹു അതിനുള്ള ഭാഗ്യം നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ നോമ്പ്, നമ്മുടെ നിസ്കാരം, നമ്മുടെ തറാവീഹ്, നമ്മുടെ ഖുർആൻ പാരായണം, ഇഅ്തികാഫ്, എല്ലാ ഇബാദത്തുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പകരം അല്ലാഹു സ്വർഗ്ഗം പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ. വിശുദ്ധ ഖുർആനിൽ നിന്നും സൂറത്തുൽ മആരിജാണ് നമ്മൾ വിശദീകരിച്ചു വരുന്നത്. അതിന്റെ ലാസ്റ്റ് ഭാഗമാണ് ഇന്ന് നമ്മൾ വിശദീകരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചു ഐഹികമായ ജീവിതത്തെ അമിതമായി ഇഷ്ടപ്പെട്ട് സമ്പത്തിനെ അമിതമായി സ്നേഹിച്ച് എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ ക്ഷമിക്കാൻ കഴിയാതെ അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ അതിന് അള്ളാഹുവിനിക്ക് നന്ദി ചെയ്യാൻ കഴിയാത്ത ഒരു വിഭാഗത്തെ അള്ളാഹു താല, ആക്ഷേപാർഹരായ ഒരു വിഭാഗത്തെ അള്ളാഹു പറഞ്ഞു. എന്നാൽ അതേസമയം നിസ്കാരം, അതുപോലെ സക്കാത്ത്, സദഖ, ഇത്തരം കാര്യങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് ഒരിക്കലും അള്ളാഹു ആക്ഷേപിച്ച ആ സ്വഭാവം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് അവർക്ക് സ്വർഗം അള്ളാഹു നൽകുമെന്ന് അതുവരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വച്ചു. വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ അള്ളാഹുവിന്റെ തിരുദൂതർ ഓതിക്കൊടുക്കുമ്പോൾ ആദ്യകാലത്ത് ഇസ്ലാമിന്റെ കൊടിയ ശത്രുക്കളായ സത്യനിഷേധികളായ ആളുകൾ അള്ളാഹുവിന്റെ തിരുദൂതരുടെ അരികെ വന്നിരിക്കുകയും എന്നിട്ട് അള്ളാഹുവിന്റെ തിരുദൂതരുടെ അരികെ വന്നിരുന്ന് സംഘമായി വന്ന് പരിഹാസരൂപത്തിൽ അവർ അവരുടെ കഴുത്ത് അള്ളാഹുവിന്റെ തിരുദൂതരിലേക്ക് നീട്ടി പ്രവാചകരെ പരിഹസിക്കുന്ന രൂപത്തിൽ വല്ലാതെ അവർ നോക്കുമായിരുന്നു. എന്നിട്ട് ഇസ്ലാമിന്റെ ആദ്യകാലത്ത് വിശുദ്ധ ഇസ്ലാം പുൽകിയ പാവപ്പെട്ട ആളുകളെ ചൂണ്ടിയിട്ട് ഇവർക്ക് ഐഹിക ജീവിതത്തിൽ കാര്യമായിട്ടൊന്നുമില്ല, മുഹമ്മദ് നബി പറയുന്ന പരലോകം വരികയാണെങ്കിൽ അവിടെയും രക്ഷ നമുക്കായിരിക്കും, ഇവർക്ക് ഇവിടെ ഒന്നുമില്ല, ഭൗതിക ജീവിതത്തിൽ കാര്യമായി വിഭവങ്ങളില്ല, പരലോകമുണ്ടെങ്കിൽ പരലോകത്തും ഇവർക്ക് യാതൊരു വിഭവങ്ങളും ലഭിക്കുകയില്ല എന്നുള്ള രൂപത്തിൽ സത്യവിശ്വാസികളെ വല്ലാതെ കളിയാക്കി. അതിനുള്ള മറുപടിയാണ് ഇന്ന് ഓതി വച്ച ആദ്യ ആയത്തിൽ അല്ലാഹു പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫമാലിൽ ലദീന കഫറൂ ഖിബലക മുഹ്തിഈൻ അനിൽ യമീനി വഅനിശ് ശിമാലി ഐസീൻ
അയത്മഉ കുല്ലു ഇംറിഇൻ മിൻഹും അൻ യുദ്ഖല ജന്നത നഈം കല്ലാ ഇന്നാ ഖലഖ്നാഹും മിമ്മാ യഅലമൂൻ ഫമാ ലില്ലദീന കഫറൂ ഖിബലക മുഹ്തിഈൻ അനിൽ യമീനി വഅനിശ് ശിമാലി ഇസീൻ. നബിയെ, താങ്കളുടെ വലതുഭാഗത്തും ഇടതുഭാഗത്തും സംഘം സംഘമായി വന്ന് താങ്കളുടെ അരികിലേക്ക് കടുത്തു നീട്ടി നോക്കുന്ന സത്യനിഷേധികൾക്ക് എന്തു പറ്റി? അയത്മഉ കുല്ലു ഇംറിഇൻ മിൻഹും അൻ യുദ്ഖല ജന്നത നഈം. അവരോരോരുത്തരും സുഖാനുഭൂതിയുടെ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് അവർ കൊതിക്കുന്നുവോ? കല്ല, ഇല്ല, ആ കൊതി വേണ്ട. ഇന്നാ ഖലഖ്നാഹും മിമ്മാ യഅലമൂൻ. തീർച്ചയായിട്ടും നാം അവരെ സൃഷ്ടിച്ചിരിക്കുന്നത് അവർ അറിയുന്ന ഒരു കാര്യത്തിൽ നിന്ന് തന്നെയാണ്, അറിയുന്ന ഒരു വസ്തുവിൽ നിന്ന് തന്നെയാണ്. എന്താണ് ആ പറഞ്ഞതിന്റെ ഉദ്ദേശം? താങ്കളുടെ വലതുഭാഗത്തും ഇടതുഭാഗത്തും സംഘമായി വന്നിരുന്ന് താങ്കളിലേക്ക് കടുത്തു നീട്ടി നോക്കുന്ന സത്യനിഷേധികൾക്ക് എന്തുണ്ടായി? അവരിൽ ഓരോരുത്തരും സുഖാനുഭൂതിയുടെ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് കൊതിക്കുന്നുണ്ടോ? വേണ്ട. അവർക്കറിയാമല്ലോ നാം ഏതിൽ നിന്നാണ് അവരെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് മാത്രം ഒരിക്കലും അവർ സ്വർഗത്തിൽ കടക്കില്ലല്ലോ. സത്യവിശ്വാസികൾക്ക് അള്ളാഹു ഒരുക്കി വെച്ച സുഖാനുഭൂതിയുടെ സ്വർഗം അവർ പറയുന്ന എന്താ? അത് ഞങ്ങൾ കാണണം. ദുനിയാവിൽ ഞങ്ങൾക്കാണ് സുഖം, ഐഹിക ജീവിതത്തിൽ ഞങ്ങൾക്കാണ് സുഖം. പരലോകമുണ്ടെങ്കിൽ അവിടെയും സുഖം ഞങ്ങൾക്കായിരിക്കും, സ്വർഗം ഞങ്ങൾക്കായിരിക്കും എന്നാണ് ഈ വിഡ്ഢികൾ പറഞ്ഞത്. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു കാണുമ്പോൾ, ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ കാണുമ്പോൾ, അമ്മാർ റളിയല്ലാഹു അൻഹുവിനെ, യാസിർ റളിയല്ലാഹു അൻഹുവിനെ, അങ്ങനെയുള്ള പച്ചപാവങ്ങളെ ആദ്യഘട്ടത്തിൽ ഇവർ കണ്ടപ്പോൾ ഇവർ വിചാരിച്ചത് മുഹമ്മദ് നബി പ്രതിനിധാനം ചെയ്യുന്ന, വിഭാവനം ചെയ്യുന്ന ഈ ആദർശത്തിലുള്ളവരൊക്കെ പാവപ്പെട്ടവരാണ്. അതുകൊണ്ട് അവർക്ക് ഇവിടെ ഒന്നുമില്ല, അവിടെയും ഒന്നും ഉണ്ടാവില്ല എന്നവർ ധരിച്ചു. അള്ളാഹു മറുപടി കൊടുക്കാം. മറ്റൊരായത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, നിങ്ങൾ വെറുതെ അങ്ങ് സ്വർഗത്തിൽ കടക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ വിചാരിക്കണ്ട. സ്വർഗം ലഭിക്കണമെങ്കിൽ അതിന് ഒരുപാട് പ്രയാസമുണ്ട് എന്ന് അള്ളാഹു വേറൊരായത്തിലൂടെ പറയുന്നു. അപ്പൊ ഇവര് റസൂൽ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അവിടെ വന്നിങ്ങനെ നിന്ന് കഴുത്തൊക്കെ നീട്ടിങ്ങനെ നോക്കി, സ്വഹാബത്തിനെ കൊന്ന് നോക്കി, ഒരുമാതിരി ശരിയാക്കി. എന്നിട്ട് അവർ വലിയ വർത്താനം പറയാണ്, സ്വർഗം ഞങ്ങൾക്കാ, ഇവിടെ സുഖം ഞങ്ങൾക്കാ, പരലോകത്തും സുഖം ഞങ്ങൾക്കാ. അള്ളാഹു പറയാണ്, അവർ ഓരോരുത്തരും സുഖാനുഭൂതിയുടെ സ്വർഗത്തിൽ കടക്കുമെന്ന് അവർ വിചാരിക്കുന്നുവോ? എന്ന് അങ്ങനെ വിചാരിക്കണ്ട. തീർച്ചയായും നാം അവരെ സൃഷ്ടിച്ചത് അവർ അറിയുന്ന ഒരു വസ്തുവിൽ നിന്ന് തന്നെയാണ്. ഒരു സ്ത്രീയും ഒരു പുരുഷനും ബന്ധപ്പെടുമ്പോൾ പുരുഷനിൽ നിന്ന് പുറത്തു വരുന്ന ഒരു 5 മില്ലി ലിറ്റർ വരുന്ന ഇന്ദ്രിയ തുള്ളികളിലടങ്ങിയ കോടിക്കണക്കിന് ബീജങ്ങളിൽ ഒരു കുട്ടി ജനിക്കാൻ ഒരൊറ്റ ബീജം മതി. അതായത് ഒരു മനുഷ്യന്റെ തുടക്കം ഒന്നുമല്ല, നിസ്സാരമാണ്. അതുകൊണ്ടാണ് അള്ളാഹു ഇഖ്റ സൂറത്തിലെ 2-ാമത്തെ വചനത്തിൽ അള്ളാഹു തആല മനുഷ്യരെ രക്തപിണ്ഡത്തിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് പറയാൻ കാരണം അവൻ നിസ്സാരനാണെന്ന് അറിയിക്കാൻ, അഹങ്കരിക്കാൻ വകുപ്പില്ല. എന്നാൽ ആ മനുഷ്യൻ ഉന്നതങ്ങളിലെത്തുക അവന് ഈമാനും ഇൽമും ഉണ്ടാകുമ്പോഴാണ്. അതാണ് 4-ാമത്തെ വചനത്തിൽ അള്ളാഹു അല്ലദീ അല്ലമ ബിൽ ഖലം, അള്ളാഹു പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചവനാണ് എന്ന് പറയാൻ കാരണം അതാണ്. ഖലഖൽ ഇൻസാന മിൻ അലഖ്. 2-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞത് എങ്ങനെയാണ്? മനുഷ്യരെ അലഖിൽ നിന്ന് സൃഷ്ടിച്ചു, രക്തപിണ്ഡത്തിൽ നിന്ന് സൃഷ്ടിച്ചു. 4-ാമത്തെ ആയത്തിൽ പറഞ്ഞത് അല്ലദീ അല്ലമ ബിൽ ഖലം, അള്ളാഹു മനുഷ്യന് പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചവനാണ്. ഇത് രണ്ടും മനുഷ്യനോട് ബന്ധപ്പെട്ടത്. ആദ്യം പറഞ്ഞു മനുഷ്യരെ അള്ളാഹു രക്തപിണ്ഡത്തിൽ നിന്ന് സൃഷ്ടിച്ചു. 4-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് മനുഷ്യന് പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചു. അലഖ്, ഖലം, ഒന്ന് രക്തപിണ്ഡം, 2 പേന. ഇത് തമ്മിലുള്ള ബന്ധം രണ്ടും മനുഷ്യനോട് ബന്ധപ്പെട്ടത്. മനുഷ്യൻ ഒന്നുമല്ല എന്നറിയിക്കാണ് ആദ്യ വചനത്തിൽ. പിന്നെ 4-ാമത് വരുന്ന സൂക്തത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നത് നാം മനുഷ്യൻ ഉന്നതനാണ്, പക്ഷെ എന്ത് വേണം? പേന വേണം. പേന എന്തിനാണ്? ഇൽമു സമ്പാദിക്കാൻ.
ഇൽമ് എന്തിനാണ്? ഇബാദത്തുകൾ ശരിയാകണമെങ്കിൽ ഇൽമ് വേണം. നിസ്കരിക്കാതെ ഒരു സത്യവിശ്വാസി സ്വർഗത്തിൽ കടക്കില്ല. ഇത് ഖണ്ഡിതമാണ് വിഷയം. നിസ്കരിക്കണമെങ്കിൽ ആ നിസ്കാരം എങ്ങനെയെന്നറിയണം. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അത് നബിക്ക് കാണിച്ചു കൊടുത്തു, പ്രാക്ടിക്കലായിട്ട് കാണിച്ചു കൊടുത്തു. ആ രൂപം അള്ളാന്റെ തിരുദൂതർ നമുക്ക് കാണിച്ചു തന്നു. അതായത് നബിയുടെ കാലത്ത് കാണിച്ചു കൊടുത്തു. അത് സ്വഹാബത്ത് കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കി. അവർ ശേഷക്കാർക്ക് പറഞ്ഞു കൊടുത്തു. അങ്ങനെ അത് എഴുതി വെച്ച്, അതിന്റെ രൂപങ്ങളൊക്കെ എഴുതി വെച്ച് രേഖപ്പെടുത്തപ്പെട്ടു. ഇന്ന് പള്ളികളിലും നമ്മുടെ കോളേജുകളിലുമൊക്കെ ലൈബ്രറികളിൽ ധാരാളം ഗ്രന്ഥങ്ങൾ, ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ. സഹോദര, ഒരു കാലത്ത് ചെറിയ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഒരു മുള ചെത്തിക്കൂർപ്പിച്ച് അതുകൊണ്ട് എഴുതാനുള്ള പേനയാക്കി, അതുപോലെ അതിനുള്ള മഷിയുണ്ടാക്കി അങ്ങനെ എഴുതി വെച്ചതാണ് ഇന്ന് അത്യാധുനിക രൂപത്തിൽ പ്രിന്റ് എടുത്തിട്ട് വലിയ വലിയ ഗ്രന്ഥങ്ങളാക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ എന്തും നടക്കണമെങ്കിൽ ഇൽമ് വേണം. ഇൽമ് സമ്പാദിക്കാനുള്ള ആയുധം പേനയാണ്. അതുകൊണ്ടാണ് ആദ്യമായി അവതരിപ്പിച്ച അള്ളാഹു ഇറക്കിയ 5 വചനത്തിൽ തന്നെ അള്ളാഹു താല അലക്കും കലമും പറഞ്ഞത് വെറും അലക്കിൽ നിന്ന് പടക്കപ്പെട്ടു എന്നതുകൊണ്ട് മനുഷ്യനൊന്നുമല്ല, അവൻ നിസ്സാരനാണ്, അഹങ്കരിക്കാൻ വകുപ്പില്ല. ഇവിടെ സത്യവിശ്വാസം സ്വീകരിക്കാത്ത ഈ കൂട്ടർ പറയുന്നത് എന്താ? ഞങ്ങൾക്ക് സ്വർഗം ലഭിക്കും. അള്ളാഹു പറയുന്നത് ആ കൊതി വേണ്ട. എന്തിൽ നിന്നാണ് അവർ പടക്കപ്പെട്ടത് എന്ന് അവർക്കറിയാമല്ലോ. അത് എല്ലാവരും അങ്ങനെയാണ് പടക്കപ്പെടുന്നത്. അതുകൊണ്ടായില്ല. അവൻ ഉന്നതങ്ങളിലെത്തണമെങ്കിൽ അവൻ സത്യവിശ്വാസം സ്വീകരിക്കണം. അത് ഇവർക്കില്ല എന്നുള്ളതാണ്. ഇനി നോക്കൂ, ഇവർ അള്ളാഹുവിന്റെ തിരുദൂതരെ നോക്കുന്നത് വിശുദ്ധ ഖുർആനിൽ മറ്റൊരായത്തിൽ അള്ളാഹു ഇങ്ങനെ പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം وَإِن يَكَادُ الَّذِينَ كَفَرُوا لَيُزْلِقُونَكَ بِأَبْصَارِهِمْ لَمَّا سَمِعُوا الذِّكْرَ وَيَقُولُونَ إِنَّهُ لَمَجْنُونٌ وَمَا هُوَ إِلَّا ذِكْرٌ لِلْعَالَمِينَ. സൂറത്തുൽ ഖലം അതിന്റെ അവസാന ഭാഗത്ത് ഇത് സംബന്ധമായി അള്ളാഹു പറയുന്നങ്ങനെ, وَإِن يَكَادُ الَّذِينَ كَفَرُوا لَيُزْلِقُونَكَ بِأَبْصَارِهِمْ لَمَّا سَمِعُوا الذِّكْرَ. അള്ളാഹുവിന്റെ ഉത്ബോധനം, അതായത് വിശുദ്ധ വചനങ്ങൾ, ആ വചനങ്ങൾ അവർ കേൾക്കുമ്പോൾ അവരുടെ കണ്ണുകളെ കൊണ്ട് താങ്കളെ അവർ തറപ്പിച്ചു നോക്കി ആ സത്യനിഷേധികൾ താങ്കളെ വഴുതി വീഴാൻ അടുത്താക്കും. അള്ളാഹു തആല ഖുർആനിലൂടെ പറയണം, റസൂലുള്ളാഹി തങ്ങൾ വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ ഓതി കൊടുക്കുന്ന സന്ദർഭത്തിൽ ഇവര് രൂക്ഷമായി നബിയെ നോക്കി. അതായത് ആ നോട്ടം കണ്ടാൽ വഴുതി കാൽ തെറ്റി വീഴുമെന്ന് തോന്നിപ്പോകും. ആ രൂപത്തിലുള്ള നോട്ടം അവർ നോക്കുമായിരുന്നു. വയഖൂലൂന, എന്നിട്ട് അവർ പ്രഖ്യാപിക്കും, ഇന്നഹു ലമജ്നൂൻ, ഈ മുഹമ്മദ് ഭ്രാന്തനാകുന്നു. ഇവര് അള്ളാഹുവിന്റെ വിശുദ്ധ വചനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് ഓതി കൊടുക്കുമ്പോൾ ഇവരെല്ലാവരും കൂടി തറപ്പിച്ചു നോക്കും. അള്ളാഹിന്റെ തിരുദൂതരെ വല്ലാതെ നോട്ടം നോക്കും. ആ നോട്ടം കണ്ടാൽ നമുക്ക് തോന്നിപ്പോകും, ഇല്ല ഇപ്പൊ വീണു പോകണം. ആ രൂപത്തിൽ നോക്കും അവർ രൂക്ഷമായിട്ട്. എന്നിട്ട് പിന്നീട് അവർ പറയും, ഇയാൾക്ക് ഭ്രാന്താണ്. അള്ളാഹിന്റെ തിരുദൂതരെ പറ്റി പറയാണ്, ഇയാൾക്ക് ഭ്രാന്താണ്. വമാ ഹുവ ഇല്ലാ ദിക്റുൻ ലിൽ ആലമീൻ. യഥാർത്ഥത്തിൽ മാനവരാശിക്ക് മുഴുവനും, ലോകത്തിന് മുഴുവനും ഒരു ഉത്ബോധനമാണ് വിശുദ്ധ ഖുർആൻ. ആ ഖുർആന്റെ വചനങ്ങൾ കേൾക്കുമ്പോഴാണ് ഇവർ ഈ രൂപത്തിൽ പരിഹസിക്കുന്നത്. ഇനി അതിന്റെ ശേഷം അല്ലാഹു തആല സത്യനിഷേധം സ്വീകരിക്കുക, അതുപോലെ തന്നെ വെറും കളിയിലും വിനോദത്തിലും ഏർപ്പെട്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ യാതൊരു ചിന്തയുമില്ലാത്ത ആളുകൾ, അവരോട് എത്ര പറഞ്ഞാലും അവർ കേൾക്കുന്നില്ലെങ്കിൽ അവരെ കാര്യം നിങ്ങൾ വിട്ടോളൂ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ സൂറത്തിന്റെ അവസാന ഭാഗം. അതാണ് അടുത്ത ആയത്ത് നോക്കുക. ഫലാ ഉഖ്സിമു ബിറബ്ബിൽ മശാരിഖി വൽ മഗാരിബ് ഇന്നാ ലഖാദിറൂന അലാ അൻ നുബദ്ദില ഖൈറൻ മിൻഹും വമാ നഹ്നു ബിമസ്ബൂഖീൻ ഫദറുഹും യഖൂലൂ വയൽഅബൂ ഹത്താ യുലാഖൂ യൗമഹുമുല്ലദീ യുഅദൂൻ. ഇത് വല്ലാത്തൊരു താക്കീതാണ്. എങ്ങനെ പറഞ്ഞാലും കളി നിർത്താത്തവർ, അള്ളാഹുവിലുള്ള ചിന്തയില്ലാത്തവർ, എങ്ങനെ പറഞ്ഞാലും എത്ര ക്ഷണിച്ചാലും ഉത്ബോധനം നടത്തിയാലും താക്കീത് ചെയ്താലും അതിനെ തള്ളിക്കളയുന്നവർ, അതിനെ വ്യാജമാക്കുന്നവർ,
അത്തരത്തിലുള്ള ആളുകളെ പറ്റി അല്ലാഹു പറയുന്നു, ഫലാ ഉഖ്സിമു ബിറബ്ബിൽ മശാരിഖി വൽ മഗാരിബ്. ഉദയസ്ഥാനത്തിന്റെയും അസ്തമന സ്ഥാനത്തിന്റെയും രക്ഷിതാവിനെ കൊണ്ട് ഞാൻ സത്യം ചെയ്ത് പറയുന്നു. അള്ളാഹുവിനെ വെച്ച് സത്യം ചെയ്യുന്നു. ഫലാ ഉഖ്സിമു ബിറബ്ബിൽ മശാരിഖി വൽ മഗാരിബ്. ഉദയസ്ഥാനത്തിന്റെയും അസ്തമന സ്ഥാനത്തിന്റെയും രക്ഷിതാവിനെ കൊണ്ട് ഞാൻ സത്യം ചെയ്ത് പറയുന്നു. ഇന്നാ ലഖാദിറൂൻ. തീർച്ചയായും നാം കഴിവുള്ളവൻ തന്നെയാണ്. എന്തിന്? അരാ അന്നുബദ്ദില ഖൈറൻ മിൻഹും. അവരെ നശിപ്പിച്ച് അവർക്ക് പകരം മറ്റൊരു കൂട്ടരെ കൊണ്ടുവരാൻ നാം കഴിവുള്ളവൻ തന്നെയാണ്. പകരം കൊണ്ടുവരാൻ നാം കഴിവുള്ളവൻ തന്നെയാണ്. വമാ നഹ്നു ബിമസ്ബൂഖീൻ. നാം ഒരിക്കലും തോൽപ്പിക്കപ്പെട്ട കൂട്ടത്തിലല്ല. എങ്ങനെ പറഞ്ഞാലും കേൾക്കാത്ത, സത്യം സ്വീകരിക്കാത്ത, വെറും കളിയിലും വിനോദത്തിലും മാത്രം ഏർപ്പെട്ട് ജീവിക്കുന്ന ആ കൂട്ടരെ ഏത് കാലത്താണെങ്കിലും അങ്ങനെയുള്ളൊരു വിഭാഗത്തെ പാടെ നശിപ്പിച്ച് അവരെ ഉന്മൂലനാശം വരുത്തി അവർക്ക് പകരം നല്ലൊരു കൂട്ടരെ പകരം കൊണ്ടുവരാൻ നമുക്ക് കഴിയുക തന്നെ ചെയ്യും. വമാ നഹ്നു ബിമസ്ബൂഖീൻ. നാം ഒരിക്കലും പരാജയപ്പെട്ട കൂട്ടത്തിലല്ല, തോൽപ്പിക്കപ്പെട്ട കൂട്ടത്തിലല്ല. ഫദറുഹും. അതുകൊണ്ട് അവരെ കാര്യം വിട്ടേക്ക്. നമുക്കൊക്കെ അങ്ങനെ ചിലപ്പോൾ അനുഭവങ്ങളുണ്ടാവും, എങ്ങനെ പറഞ്ഞാലും കേൾക്കാത്തൊരവസ്ഥ. അള്ളാഹു പറയുന്നത് ഫദറുഹും, അവരെ കാര്യം വിട്ടേക്ക്. യഖൂലു വയൽഅബൂ. അവർ കളിക്കട്ടെ, അവർ തെറ്റിൽ മുഴുകട്ടെ. ഹത്താ യുലാഖൂ യൗമഹുമുല്ലദീ യുഅദൂൻ. അവരോട് താക്കീത് ചെയ്യപ്പെട്ട ഒരു ദിവസത്തെ അവർ കണ്ടുമുട്ടുന്നത് വരെ അന്ന് ഞാൻ ശരിയാക്കി കൊടുത്തോളാം. വല്ലാത്തൊരു താക്കീതാണ്, വല്ലാത്തൊരു താക്കീതാണ്. ഈ വിഷയത്തിന്റെ ഗൗരവം ആ വചനത്തിന്റെ തുടക്കം തന്നെ അറിയിക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട കാര്യം പറയുമ്പോഴാണ് സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു പറയുക. ഇവിടെ സത്യം ചെയ്യണം. അള്ളാഹിനെ വെച്ച് സത്യം ചെയ്യണം. ഉദയസ്ഥാനത്തിന്റെയും അസ്തമന സ്ഥാനത്തിന്റെയും രക്ഷിതാവിൽ ഞാൻ സത്യം ചെയ്ത് പറയുന്നു. എന്നിട്ട് അള്ളാഹു പറയാണ് എന്ത്? ഈ തെറ്റിൽ മുഴുകിയ വിനോദത്തിലേർപ്പെട്ട ആളുകളെ മുഴുവനും നശിപ്പിച്ചിട്ട് പകരം ഒരു കൂട്ടരെ കൊണ്ടുവരാൻ നമുക്ക് കഴിയുക തന്നെ ചെയ്യാം. വളരെ ശ്രദ്ധിക്കണം സഹോദര. അള്ളാഹിന്റെ പ്രയോഗം കളിയിലും വിനോദത്തിലും ഏർപ്പെട്ട് അള്ളാഹുവിനെ മറക്കുന്ന അവസ്ഥയുണ്ടായാൽ അവരെ പറ്റിയാ പറയുന്നത്. അള്ളാഹു പറയാണ് നാം തോൽപ്പിക്കപ്പെട്ട കൂട്ടത്തിലല്ല, പരാജയം ഉണ്ടായിട്ടല്ല. പിന്നെന്താണ്? ഇതിങ്ങനെ കയറിട്ട് പിടിക്കാം. കുറെ ആളുകൾക്ക് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. എല്ലാ നിലക്കും അള്ളാഹനെ മറന്നു ജീവിക്കുമ്പോൾ സൗകര്യങ്ങൾ അങ്ങനെ കൂടും, ആരും പേടിയുണ്ടാവില്ല. അങ്ങനെ ഒരു കൂട്ടരെ നേരത്തെ നശിപ്പിച്ചു. അതിനെപ്പറ്റി അള്ളാഹു പറഞ്ഞെന്താ? എല്ലാ വാതായനങ്ങളും നാം അവർക്ക് തുറന്നു കൊടുത്തു. എല്ലാ തെറ്റുകൾക്കും സൗകര്യമായി എല്ലാം തുറന്നു കൊടുത്തു. ഏതുവരെ? അവർക്ക് നൽകപ്പെട്ടതിൽ അവർ വല്ലാതെ സന്തോഷിച്ചു, മതി മറന്നു. പെട്ടെന്ന് നാം അവരെ ഒരു പിടുത്തം പിടിച്ചു. അവർക്ക് നല്ല കണക്കിന് കൊടുത്തു. വളരെ ശ്രദ്ധിക്കണം. ഇങ്ങനെ ഒരുപാട് ആളുകളെ നശിപ്പിച്ചത് അല്ലാഹു തആല ഖുർആനിൽ തന്നെ പറയുന്നു. വെറും വിനോദം, വെറും കളി. മലന്റെ മുകളിൽ മുഴുവൻ പാർക്കുകൾ ഉണ്ടാക്കി സുഖിച്ചിരുന്ന ഒരു വിഭാഗത്തെ പറ്റി അല്ലാഹു തആല ഖുർആനിലൂടെ പറയുന്നു. ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ജനതയോട് ചോദിച്ചത് എന്താ? അതബ്നൂന ബികുല്ലി ദീനിൻ ആയതൻ തഅബസൂൻ. അല്ലാഹു ഖുർആനിൽ പറയുന്നുണ്ട്, നിങ്ങൾ മലയുടെ മുകളിൽ, കുന്നിന്റെ മുകളിൽ വിനോദിക്കുന്നതിന് വേണ്ടി നിങ്ങൾ കെട്ടിടങ്ങൾ ഉണ്ടാക്കുകയാണോ? പാർക്കുകൾ ഉണ്ടാക്കുന്ന കുന്നിന്റെ മുകളിലൊക്കെ ഉയർന്ന സ്ഥലങ്ങളിലൊക്കെ വിനോദിക്കാൻ പാർക്കുകൾ ഉണ്ടാക്കി. ആര്? ആദ് സമൂഹം. അവരാകട്ടെ ദുനിയാവിൽ ഏറ്റവും കൂടുതൽ സുഖം അനുഭവിച്ചവരാണ്. അള്ളാഹു അവരെ പാഠം പഠിപ്പിച്ചില്ല. 8 ദിവസം നീണ്ടു നിൽക്കുന്ന കൊടുങ്കാറ്റിലൂടെ ആ വിഭാഗത്തെ അള്ളാഹു നശിപ്പിച്ചു. ഇന്നും സുഖവാസ കേന്ദ്രങ്ങളൊക്കെ മിക്കവാറും വരിക കുന്നിന്റെ മുകളിലായിരുന്നു. നമ്മുടെ മൂക്കിന്റെ ചോട്ടിലും അല്ലെങ്കിൽ നമ്മുടെ തലക്ക് മുകളിലും തൊട്ടടുത്ത് അങ്ങനെ സംവിധാനങ്ങൾ ഉണ്ടല്ലോ. അള്ളാഹുവിനെ മതിമറക്കുമ്പോൾ നമ്മൾ ചിന്തിക്കാം. യമനിൽ ചില ആളുകളെ നശിപ്പിച്ചത് ഖുർആൻ പറയുന്നുണ്ട്. സബയിൽ ചില ആളുകളെ നശിപ്പിച്ചത് ഖുർആൻ പറയുന്നുണ്ട്. സുഖലോലുപന്മാരായി മനോഹരമായ പാർക്കുകളും മറ്റും ഉണ്ടാക്കിക്കൊണ്ട് അവർ അള്ളാഹുവിനെ പാഠം മറന്നപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചു. മആരിബ് അണക്കെട്ട് എന്ന് പറഞ്ഞ അണക്കെട്ടിന്റെ അവശിഷ്ടങ്ങൾ ഇന്നും അതുപോലെ കിടക്കുകയാണ് യമനിൽ. അതൊരു കൂട്ടരെ നശിപ്പിച്ചതാണ്.
അല്ലാഹു തആല ഖുർആനിലൂടെ ആ കഥ പറയുന്നു. ഫഅർസൽനാ അലൈഹിം സൈലൽ ആരിം. അല്ലാഹു ഖുർആനിൽ പറയുന്നു ഫഅർസൽനാ അലൈഹിം സൈലൽ ആരിം. ആ അണക്കെട്ടിലെ ജലപ്രവാഹത്തെ അവർക്ക് നേരെ നാം തിരിച്ചുവിട്ടു. വലിയ അണക്കെട്ടുണ്ടാക്കി, 2 പർവ്വതങ്ങളെ പരസ്പരം യോജിപ്പിച്ചു, അതിൽ വെള്ളം ശേഖരിച്ചു, വലിയ വലിയ കൃഷിത്തോട്ടങ്ങൾ ഉണ്ടാക്കി. പക്ഷേ അള്ളാഹു അവരോട് പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം, അള്ളാഹുവിനെ അംഗീകരിക്കണം. അതിനവർ തയ്യാറായില്ല. ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ബൽദത്തുൻ ത്വയ്യിബ, എത്ര നല്ല നാടാണ് നിങ്ങൾക്ക് നൽകിയത്. വറബ്ബുൻ ഗഫൂർ, പൊറുക്കുന്ന റബ്ബ്. അതായത് യമനിലെ സബയിലെ ആ ജനങ്ങളോട് അള്ളാഹു പറഞ്ഞു, നിങ്ങളെ നാട് എത്ര നല്ല നാടാണ്, ഞാൻ എത്രമാത്രം പൊറുക്കുന്ന ആളാണ്, നിങ്ങൾ ആ തെറ്റുകളൊക്കെ ഒന്ന് തിരുത്തി പൊറുക്കലിനെ തേടി എന്റെ മാർഗത്തിലേക്ക് വരണം, നിങ്ങൾ കഴിച്ചോളൂ, നിങ്ങൾ തിന്നോളൂ, നിങ്ങൾ കുടിച്ചോളൂ, നിങ്ങൾക്ക് എല്ലാം നൽകാമെന്ന് പറഞ്ഞു. അവർ തിന്നു, അവർ കുടിച്ചു. പഴങ്ങളും പച്ചക്കറികളും ധാന്യങ്ങളും ഇഷ്ടംപോലെ അവർക്ക് ലഭിച്ചു. വെള്ളത്തിന് യാതൊരു ക്ഷാമവും അവർക്കില്ലായിരുന്നു. അവർ പറ്റ മതിമറന്നപ്പോ, ഒരു നിലക്കും രക്ഷയില്ലാന്ന് കണ്ടപ്പോ, നന്നാവില്ല എന്ന് കണ്ടപ്പോ അല്ലാഹു പറയാണ് ഫഅർസൽനാ അലൈഹിം സൈലൽ ആരിം. എല്ലാ കളിയും തീർന്നു. ആ അണക്കെട്ടിലെ ജലപ്രവാഹത്തെ അവർക്ക് നേരെ തിരിച്ചുവിട്ടു. അണക്കെട്ട് പൊട്ടി. അതോടുകൂടെ അവിടെ തോട്ടങ്ങളും മറ്റും നശിച്ചു. പിന്നീട് ആ നാട്ടിലുണ്ടായ ചെടികൾ മുഴുവൻ കൈപ്പിരുചിയുള്ളതായിരുന്നു എന്ന് ചരിത്രം പറയുന്നത്. ഖുർആൻ അത് കൃത്യമായിട്ട് പറയുന്നു. ചരിത്രത്തിലുടനീളം ഈ കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. സഹോദരായെന്നും സൗദി അറേബ്യയിൽ കാണാൻ കഴിയുന്ന സംഗതിയാണ്. മദായിനു സ്വാലിഹ് എന്ന് പറയുന്ന ഏരിയ ഒരുപാട് ആളുകളെ അല്ലാഹു തആല നശിപ്പിച്ച സ്ഥലം, ലക്ഷക്കണക്കിന് ആളുകളെ നശിപ്പിച്ച സ്ഥലമാണ്. അതിന്റെ അവശിഷ്ടങ്ങൾ ഇന്നും അതുപോലെ കിടക്കുക. പണമുണ്ടെങ്കിൽ പോയാൽ നമുക്ക് കാണാൻ സാധിക്കും. വലിയ പ്രൗഢമായ കെട്ടിടങ്ങൾ ഉണ്ടാക്കി, പാർക്കുകൾ ഉണ്ടാക്കി, വിനോദത്തിലേർപ്പെട്ട് അള്ളാഹുവിനെ പാടെ മറന്നു ജീവിച്ച സമൂഹ വിഭാഗം സ്വാലിഹ് നബിയുടെ ജനതയെ അള്ളാഹു നശിപ്പിച്ചു. അള്ളാഹു ഇവിടെ താക്കീത് ചെയ്യണം നമ്മളോട്, എല്ലാവരും നശിപ്പിക്കാൻ കഴിയും. എന്നിട്ട് പകരം നല്ല ഒരു കൂട്ടരെ കൊണ്ടുവരാൻ ഒരു പണിയില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ അതൊന്നും തരാതെ അല്ലാഹു തആല ഇങ്ങനെ പിന്തിക്കുന്നത് യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളെ പിടികൂടാനാണ്. ലാസ്റ്റ് നമ്മളൊരു പിടികൂടലുണ്ട്, അതിനു വേണ്ടിയിട്ടാണ്. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ആമീനെ നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പൊ ഇവിടെ അല്ലാഹു തആല സത്യം ചെയ്തുകൊണ്ട് വളരെ കൃത്യമായിട്ട് പറയുന്നത് നോക്കൂ. അള്ളാഹു പറയുന്നത് ഈ കളി എന്ന് പറയുന്നത്, അള്ളാഹു അങ്ങനെ തന്നെയുള്ള പറഞ്ഞത്, ഫദറുഹും, നിങ്ങൾ അവരെ കാര്യം വിട്ടേക്ക്. അവർ തെറ്റിലും ഒഴുകട്ടെ, അവർ വിനോദത്തിൽ ഏർപ്പെടട്ടെ. ഏതുവരെ? അവരോട് താക്കീത് ചെയ്യപ്പെട്ട ദിനത്തെ അവർ കണ്ടുമുട്ടുന്നത് വരെ, അന്ന് ഞാൻ ശരിയാക്കി കൊടുക്കാം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആയത്തിലൂടെ പറയുന്നത്. അപ്പൊ നമ്മൾ ഈ കാര്യം വളരെയധികം ശ്രദ്ധിക്കണം. അപ്പൊ പഴയത് പറയും, പണ്ടൊക്കെ കളിക്കാനും വിനോദത്തിനും അന്ന് സ്വീകരിച്ച നിലപാടുകൾ ഇന്ന് അതൊന്നൊരു വിഷയമല്ലാതായി. ഒരു കാലത്ത് കള്ളിന് ഒരാൾ അടിമപ്പെട്ടാൽ ഇനി അവൻ നന്നാവില്ല. അവൻ കള്ളിന് അടിമപ്പെട്ടു. മയക്കുമരുന്നിന് അടിമപ്പെട്ട ഒരാളെ പറ്റി നമ്മൾ പറയും, അവന് രക്ഷപ്പെടാനുള്ള സാധ്യതയില്ല, അവൻ അതിനടിമപ്പെട്ടു പോയി. ഇന്നിപ്പോ നമുക്ക് പറയേണ്ട ഒരവസ്ഥയാണ്, അവൻ ശരിയാകാൻ സാധ്യതയില്ല, അവൻ മൊബൈൽ ഫോണിന് അടിമപ്പെട്ടു പോയി എന്ന് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. ഈ അടുത്ത് കഴിഞ്ഞ മാസം മെയ് മാസത്തിൽ നടന്നൊരു സംഭവം നിങ്ങൾ കണ്ടു. ബീഹാരികളായ ദമ്പതിമാര്, 2 പേരും ജോലിക്കാര്. അതിൽ ഈ സ്ത്രീ ജോലി ഒഴിവാക്കി വീട്ടിൽ വിശ്രമിച്ചു. ഭർത്താവായ സഹോദരൻ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴും ഇവള് ഒരു മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുക. അവസാനം ഇയാൾ അവളെ കൊണ്ട് കുടുങ്ങി. ഒരിക്കൽ പ്രയാസപ്പെട്ട് വീട്ടിൽ ജോലി കഴിഞ്ഞെത്തുമ്പോൾ ഇവളെപ്പോഴും മൊബൈലിൽ ആർക്കോ മെസ്സേജ് അയക്കാം. ഭക്ഷണം ചോദിച്ചപ്പോൾ അവൾ അല്പം പരിഹാസത്തോടുകൂടെ പറഞ്ഞത്രേ, ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുണ്ട് വരുന്നു. അത് ഇയാളെ ചൊടിപ്പിച്ചു. ഇയാളെ മൊബൈൽ വാങ്ങി, മൊബൈലൊന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അതിനവൾ സമ്മതിച്ചില്ല. അതിലെന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റായി. മൊബൈൽ അയാളെ കയ്യിലായി. ഇവൾ ഉടനെ അടുക്കളയിലേക്ക് ഓടിയിട്ട് നല്ല മൂർച്ചുള്ളൊരു കത്തി കൊണ്ടുവന്നിട്ട് ഇയാളെ വിരല് മുറിച്ചു. ഭാര്യ ഭർത്താവിന്റെ വിരല് മുറിച്ചു. വിരലുകൊണ്ടുള്ള തോണ്ട, അങ്ങനെ വേണ്ട. ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ വാർത്തയായിട്ട് വന്നതാണല്ലോ. സഹോദരൻ, ഇവിടെ നോക്കൂ നിങ്ങൾ, ഇവിടെ ഭർത്താവിന്റെ വിരല് മുറിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി മൊബൈലിലുള്ള വിനോദം.
ആരാവട്ടെ, ഏത് ജാതിയാകട്ടെ, മൊത്തത്തിൽ ആളുകളുടെ അവസ്ഥയാണല്ലോ. സഹോദരാ, ശ്രദ്ധിക്കണം. ഇതിനൊക്കെ അടിമപ്പെട്ടുപോയ ആളുകൾ, അവർ വെറും അള്ളാഹുവിനുള്ള ചിന്തയില്ല. ഇനി എപ്പോഴെങ്കിലും ഒന്ന് നിസ്കരിക്കാൻ വന്നാൽ തന്നെ നിസ്കരിക്കാൻ അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് തൊട്ടു മുമ്പ് ഏത് വിനോദത്തിലായിരുന്നു, ഏത് കളിയിലായിരുന്നു, പിന്നെ ചിന്ത അതിലായിരുന്നു. മൊബൈൽ ഫോൺ മുഖേന ഒരാളിപ്പോൾ ഒരു സിനിമ കാണുന്ന ഒരാൾ അത് കണ്ട് അവൻ ജുമഅക്ക് വന്നാൽ തന്നെ സഹോദര തക്ബീർ കെട്ടിയാൽ ആ സിനിമയിലെ രംഗങ്ങളായിരിക്കും അവരുടെ മനസ്സിലേക്ക് കടന്നു വരും. എന്ത് സബ്ബീസ്മ, അതിലെ താക്കീതുണ്ട്. സഹോദര, ഹല്ലത്താക്ക രണ്ടാമത്തെ റക്അത്തിൽ ഓതുമ്പോൾ അതിന്റെ അവസാനം വലിയ താക്കീത് വരുന്നുണ്ട്. ഇന്ന ഇലൈനാ ഇയാബഹും സുമ്മ ഇന്ന അലൈനാ ഹിസാബഹും. വലിയ താക്കീതാണ്. അവരൊക്കെ നമ്മിലേക്ക് മടങ്ങി വരും. അവരുടെ വിചാരണ നമ്മുടെ ബാധ്യതയാണ്. സ്വഹാബത്ത് അത് കേൾക്കുമ്പോഴേക്ക് കരയുമായിരുന്നു. അതുകൊണ്ടാണ് ആയത്തോതുമ്പോൾ നമ്മൾ പറയുന്നത് അല്ലാഹുമ്മ യസ്സിർ ഹിസാബി, റബ്ബേ എന്റെ വിചാരണയെ എനിക്ക് ലഘൂകരിച്ചു തരണമേ. എത്ര പേർ ആലോചിക്കുന്നുണ്ട് ആ കാര്യം? നേരത്തെ അവൻ ആ ജുമഅക്ക് വരുന്നതിന്റെ അല്ലെങ്കിൽ നിസ്കാരത്തിന് മുമ്പ് ഏതിലായിരുന്നോ ഇടപെട്ടിരുന്നത്, വേണ്ടാത്തതിലായിരുന്നെങ്കിൽ ഓന്റെ ചിന്ത അതാണ്, അതിലാണ്. അതുകൊണ്ടാണ് സഹോദര വിനോദം വളരെ പ്രശ്നമാണെന്ന് പറയാൻ കാരണം. ഇസ്ലാം അംഗീകരിച്ചതൊക്കെ ചിലതുണ്ട്. നമ്മുടെ ശാരീരികമായ വളർച്ചയ്ക്ക്, നമ്മുടെ മാനസികമായ വളർച്ച ആവശ്യമായതൊക്കെ ഉണ്ട്. ഇസ്ലാം എതിർക്കാത്ത രൂപത്തിലുള്ള വിനോദങ്ങൾ, അതൊക്കെ നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവും. പക്ഷെ ഇന്ന് എല്ലാ സീമകളും ലംഘിക്കപ്പെട്ടിരിക്കുകയാണ്. അള്ളാഹു തന്നെ പറയുന്നത് ഫദറുഹും യഖൂദൂ വയൽഅബൂ, അവരെ കാര്യം വിട്ടേക്ക്, അവർ കളിക്കട്ടെ, അവർ വിനോദിക്കട്ടെ, ഞാനവർക്ക് ശരിയാക്കി കൊടുക്കാനാണ്. വല്ലാത്തൊരു പ്രയോഗമാണ്. അള്ളാഹു തആല ഖുർആനിൽ അനവധി സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. മറ്റൊരായത്തിൽ അള്ളാഹു പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സുയ്യിന ലിന്നാസി ഹുബ്ബുശ് ശഹവാതി മിനൻ നിസാഇ വൽ ബനീന വൽ ഖനാതീരിൽ മുഖന്തറ والقناطير المقنطرة من الذهب والفضة والخيل المسومة والأنعام والحرث ذلك متاع الحياة الدنيا والله عنده حسن المآب. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നത്, സ്ത്രീകള് അതുപോലെ തന്നെ പുരുഷ സന്താനങ്ങള്, സ്വർണത്തിന്റെയും വെള്ളിയുടെയും കൂമ്പാരങ്ങള്, ലക്ഷണമൊത്ത കുതിരകള്, അതുപോലെ നാൽക്കാലി മൃഗങ്ങള്, കൃഷികള്, ഈ പറയപ്പെട്ടതിനോടുള്ള സ്നേഹം, അതിനോടുള്ള ആ പ്രിയം മനുഷ്യന് അലങ്കാരമാക്കപ്പെട്ടിരിക്കുന്നു. ദുനിയാവ് എന്ന് പറഞ്ഞാൽ ഈ എണ്ണി പറഞ്ഞതാണ്. അള്ളാഹു പറയുന്നത് പെണ്ണ്, സന്താനങ്ങള്, സ്വർണത്തിന്റെയും വെള്ളിയുടെയും കൂമ്പാരങ്ങൾ, ലക്ഷണമൊത്ത കുതിരകൾ, നാൽക്കാലി മൃഗങ്ങൾ, അതുപോലെ കൃഷികൾ. അല്ലാഹു പറയാണ്, സുയ്യിന ലിന്നാസി ഹുബ്ബുശ് ശഹവാതി മിനൻ നിസാഇ വൽ ബനീൻ വൽ ഖനാതീരിൽ മുഖന്തറതി മിനൽ ദഹബി വൽ ഫിദ്ദ വൽ ഖൈലിൽ മുസവ്വമ വൽ അൻആമി വൽ ഹർസ്. തുടർന്ന് അല്ലാഹു പറയുന്നത്, ദാലിക മതാഉൽ ഹയാത്തിദ് ദുനിയ, പറഞ്ഞതെല്ലാം അത് ഭൗതിക ജീവിതത്തിന്റെ വിഭവങ്ങളാണ്. വല്ലാഹു ഇൻദഹു ഹുസ്നുൽ മആബ്, എന്നാൽ ഉത്കൃഷ്ടമായത് അള്ളാഹുവിന്റെ അരികിലുള്ളതാണ്. എന്നാൽ ഈ എണ്ണിപ്പറഞ്ഞ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ നോക്കൂ, പരലോകത്ത് വിജയിക്കാൻ ആവശ്യമായതാണ്. സഹോദര, പെണ്ണ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് സ്വന്തം ഭാര്യ. ഒരാൾ പരലോകത്ത് വിജയിക്കാൻ ഭാര്യ കാരണമാണ്. വ്യഭിചാരം എന്ന് പറയുന്നത് അള്ളാഹു വലിയ തിന്മയായിട്ടാണ് കാണുന്നത്. വലാ തഖറബുസ് സിനാ, വ്യഭിചാരത്തിലേക്ക് അടുക്കാൻ വരെ പാടില്ല. അത് മഹാതെറ്റാണ്. മുഅ്മിനായ മനുഷ്യന്റെ അടയാളം തന്നെ അവൻ ലൈംഗികമായ അവയവങ്ങളെ സൂക്ഷിക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, ഇല്ലാ ലഹാസ്വാജിഹിം, സ്വന്തം ഇണകളിലൊഴികെ. അപ്പോൾ ഒരാൾക്ക് ഇണയുണ്ടെങ്കിൽ ഹറാമായ ഒരു വഴിയിലേക്ക് പോകുന്നത് തടയാൻ സ്വന്തം ഇണ കാരണമാവും. അപ്പോൾ ഒരാൾ പെണ്ണുകൊണ്ട് രക്ഷപ്പെടാണ്. ഭാര്യ എന്ന് പറയുന്ന പെണ്ണ് കാരണം ഒരാൾ അവന്റെ പരലോകത്തെ രക്ഷപ്പെടുത്താം. എന്നാൽ സഹോദര വേലി ചാടുന്നവരുടെ അവസ്ഥ ആലോചിച്ചു നോക്കും. അവൻ പെണ്ണ് കാരണം അത് ദുനിയാവ് അവനിക്ക് അലങ്കരിക്കപ്പെട്ടു, അവൻ പഴച്ചു പോവാൻ. അള്ളാന്റെ അരികിലുള്ളതാണ് ഏറ്റവും ഉത്തമമായതെന്ന് മനസ്സിലാക്കണം.
അതുപോലെ നോക്കൂ നിങ്ങൾ, സന്താനങ്ങൾ മഹാപരീക്ഷണമാണ്. സന്താനങ്ങളെപ്പറ്റി ദാനമാണെന്ന് ഖുർആൻ പറഞ്ഞു, ഫിത്നയാണെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നമാ അംവാലുക്കും വ ഔലാദുക്കും ഫിത്ന എന്ന് ഖുർആൻ പറഞ്ഞു. നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ മക്കളും നിങ്ങൾക്ക് ഫിത്നയാണ്, മഹാപരീക്ഷണമാണ്. അതേസമയം മറ്റൊരായത്തിൽ പറഞ്ഞതോ യഹബു ലിമൻ യശാഉ ഇനാസ വയഹബു ലിമൻ യശാഉ ദുകൂർ ഔ യുസവ്വിജുഹും ദുക്രാനം വഇനാസ വയജ്അലു മൻ യശാഉ അഖീമാ. അല്ലാഹു പറയുന്നത് പെൺകുട്ടികളെ ചിലർക്ക് അല്ലാഹു ദാനമായി നൽകും, ആൺകുട്ടികളെ ചിലർക്ക് ദാനമായി നൽകും. ചിലർക്ക് അല്ലാഹു പെൺകുട്ടികളെയും ആൺകുട്ടികളെയും നൽകും, ചിലർക്ക് ഒരു കുട്ടികൾ ഉണ്ടാവില്ല, വന്ധ്യത നൽകുന്നു. ഇവിടെ കുട്ടികൾ ദാനമാണ് എന്നാ പറഞ്ഞു. ഇസ്മായിൽ എന്ന കുട്ടി ഇബ്രാഹിം നബിക്ക് ദാനമായിരുന്നുവെന്ന് ഖുർആൻ പറയുന്നുണ്ട്. യഹ്യ എന്ന് പറയുന്ന കുട്ടി സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ദാനമായിരുന്നു. ഇതൊക്കെ ദാനമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല അത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ അതേ സമയത്ത് നൂഹ് നബിക്ക് തന്റെ മകൻ കനാൻ മഹാപരീക്ഷണമായി വിശ്വസിച്ചില്ല, നന്നായില്ല. അപ്പൊ മക്കളാവട്ടെ സമ്പത്താകട്ടെ അത് നമ്മുടെ വിജയത്തിനും കാരണമാണ്. എന്നാൽ സഹോദര അതുകൊണ്ട് പരാജയപ്പെടും. നൂഹ് നബി പരാജയപ്പെട്ടിട്ടില്ല, എന്നാൽ മക്കളെ കൊണ്ട് പരാജയപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. എന്തുകൊണ്ട്? മക്കൾക്ക് നേർമാർഗം അവർ നൽകില്ല. മക്കൾ എന്താണോ പറയുന്നത് അതൊക്കെ കേൾക്കും. എന്നാ ഈ മക്കൾ നാളെ രക്ഷക്ക് വരുമോ? ഇല്ല. അപ്പൊ അള്ളാഹു പറയണം, ഒരാൾക്ക് ദുന്യാവിൽ അലങ്കാരമാക്കപ്പെട്ടത് പെണ്ണാണ്, സന്താനങ്ങളാണ്. എന്നാ പെണ്ണ് കൊണ്ട് ഭാര്യയെ കൊണ്ട് ഒരാൾ രക്ഷപ്പെടും. ഹറാമിലേക്ക് പോകാതിരിക്കാൻ ഭാര്യ കാരണമാണ്. മക്കൾ കാരണം സഹോദരൻ ഒരാൾ രക്ഷപ്പെടും. ഒരു മകന് അള്ളാഹുവിന്റെ വിശുദ്ധ ദീനിനെ പറ്റി പഠിച്ചാൽ പിതാവിനെ ഖബറിലേക്ക് കിട്ടുന്നുണ്ട്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കൽ ഒരു ഖബറിന്റെ അരികെ നടന്നു പോകുമ്പോൾ ആ ഖബറിൽ ഭയങ്കര ശിക്ഷയുള്ളതായിട്ട് ഈസാ നബി അള്ളാഹു അറിയിച്ചു. അപ്പൊ ജിബ്രീൽ നമ്മൾക്ക് പറഞ്ഞു കൊടുത്ത് വിശദീകരിച്ചു. തമ്മാടിയായ ഒരു ചെറുപ്പക്കാരന്, മഹാതമ്മാടി, ആകസ്മികമായ ദുരന്തം, പെട്ടെന്ന് മരിച്ചതാണ്. അയാളെ ഖബറിലെ ഭീകരമായ ശിക്ഷ അള്ളാഹു തആല കാണിച്ചു കൊടുത്തു ഈസാ നബി. സഹോദര, വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞതിന്റെ ശേഷം അതേ വഴിയിലൂടെ ഈസാ നബി പോകുമ്പോൾ അള്ളാഹു അതേ ഖബറിലെ രംഗം കാണിച്ചു കൊടുത്തു. സുബ്ഹാനല്ലാഹ്, ഖബറിൽ തീരെ ശിക്ഷയില്ല. ആ ചെറുപ്പക്കാരന്റെ ഖബറിൽ നല്ല സുഖ. അപ്പോൾ ഈസാ നബിക്ക് അത്ഭുതം. നേരത്തെ ഇതേ ഖബറിലായിരുന്നു ശിക്ഷ, ഇപ്പോ അതേ ആള് ഭയങ്കര സുഖത്തിലാണ്. അപ്പോൾ ഈസാ നബി അള്ളാഹുവോട് ദുആയിരുന്നു. എന്താണ് അതിന്റെ പിന്നിലുള്ള രഹസ്യം എന്നറിയാം. സഹോദര, റൂഹുൽ അമീൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഈസാ നബി അറിയിച്ചു അത്രേ. എന്താ അറിയിച്ചത്? എല്ലാവരും ശ്രദ്ധിക്കും. എന്താ അറിയിച്ചത്? ആ തമ്മാടിയായ സഹോദരൻ നേരത്തെ ഖബറിൽ ഭയങ്കര ശിക്ഷ ഉണ്ടായിരുന്നു. കാരണം അയാൾ മരിക്കുമ്പോ തമ്മാടിയായിട്ട് മരിച്ചതാണ്. ആ തെറ്റുകൾ അള്ളാഹു പുറത്തു കൊടുത്തില്ല, അതുകൊണ്ട് അദ്ദേഹം ഖബറിൽ ശിക്ഷ അനുഭവിക്കായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഖബറിൽ രക്ഷ വരാനുള്ള കാരണം ഈസാ നബി അള്ളാഹു അറിയിച്ചത്, അദ്ദേഹം മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ ഗർഭിണിയായിരുന്നു. പൂർണ്ണ ഗർഭിണിയായിരുന്നു. ഇയാള് മരിച്ചതിന്റെ ശേഷം ആ പെണ്ണ് പ്രസവിച്ചു. കുട്ടി യതീമാണ്. ആ പാവപ്പെട്ട വിധവയായ ആ സ്ത്രീ മനസ്സിൽ കരുതി, എന്റെ കുട്ടിക്ക് ഒരു വിവേകമെത്തിയാൽ അള്ളാഹുവിന്റെ വിശുദ്ധ ദീന് പഠിപ്പിക്കാൻ ഒരു നല്ല ആളെ, ഒരു ഗുരുവിനെ ഏൽപ്പിക്കണമെന്ന് അദ്ദേഹം മനസ്സിൽ കരുതി. ആ സ്ത്രീ മനസ്സിൽ കരുതി. അങ്ങനെ സഹോദര, ആ കുട്ടി വളർന്നു വന്നു. ഇഞ്ചീലിൽ പാണ്ഡിത്യമുള്ള ഒരാളെ നമ്മൾ ദർസിൽ കൊണ്ടാക്കുന്നത് പോലെ ആ കാലഘട്ടത്തിലെ പാഠശാലയിൽ ഈ കുട്ടിയെ ആ പെണ്ണ് കൊണ്ടാക്കി ചേർത്തു. ആ കുട്ടി ബിസ്മി പഠിച്ചു അത്രേ. എന്ത് കാര്യം തുടങ്ങുമ്പോഴും ബിസ്മില്ലാ എന്ന് ആ കുട്ടി ചൊല്ലാൻ പഠിച്ചതോടുകൂടെ അല്ലാഹു തആല ആ കുട്ടിയുടെ തമ്മാടിയായ പിതാവിന്റെ ഖബറിലെ ശിക്ഷ നീക്കി. ഈസാ നബിയോട് അല്ലാഹു പറഞ്ഞെന്താ അറിയോ? ആ കുട്ടി ബിസ്മില്ല ചൊല്ലുമ്പോ, ആ കുട്ടിന്റെ നാവൊന്ന് കൃത്യമായിട്ട് അത് വരുമ്പോ ആ കുട്ടിന്റെ പിതാവിനെ ഖബറിൽ ശിക്ഷിക്കാൻ എനിക്ക് ലജ്ജ തോന്നി. ഞാൻ ആ ശിക്ഷയെ ആ ഖബറിൽ നിന്ന് നീക്കം ചെയ്തു എന്നാണ്. നിങ്ങൾ അടിവരട്ടോളൂ. തമ്മാടിയായ ഒരാൾക്ക് ഖബറിൽ നിന്ന് ശിക്ഷ ഒഴിവാക്കാൻ കാരണം സ്വന്തം മകൻ അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കാൻ തുടങ്ങിയപ്പോഴാണ്. നമുക്കൊരു ധാരണ ഉണ്ട്. നമുക്കൊക്കെ എല്ലാവരുടെയും അവസ്ഥ എന്താന്ന് ചോദിച്ചാൽ ഭൗതിക പഠനത്തിന്റെ വിഷയത്തിൽ ഭയങ്കര ആശങ്കയാണ്. +2 കഴിഞ്ഞ ഒരു കുട്ടിയാണെങ്കിൽ രക്ഷിതാക്കൾക്കും കുട്ടികൾക്കൊക്കെ ആകെ ടെൻഷനാണ്, ഇനി ഏത് മേഖല തെരഞ്ഞെടുക്കണമെന്നുള്ളത്. ഒക്കെ ശരിയാണ്, ഒക്കെ വേണ്ടതാണ്. പക്ഷെ മതം തീരെ കൊടുക്കാതെ നൽകാതെ സഹോദര, നമ്മൾ കുട്ടികളെ വളർത്തിയെടുത്താൽ അവർ
അവർക്ക് നല്ല വരുമാനമുള്ള നല്ല ശമ്പളമുണ്ടാകും എന്നതല്ലാതെ ഈ വളർത്തിയെടുത്ത മാതാപിതാക്കൾക്ക് എന്തുണ്ട്? 10 മാസം ഗർഭം ചുമന്ന് പ്രസവിച്ച ഉമ്മാക്ക് എന്തുണ്ട്? ഒന്നുമില്ല. ഉമ്മാക്കൊന്നും ലഭിക്കൂല. ആ ഉമ്മ ഒരു പക്ഷേ എന്തൊക്കെ സഹിച്ച് ചിലപ്പോൾ സ്ഥലം വിറ്റ് വീട് വരെ വിറ്റിട്ടായിരിക്കും മക്കളെ പഠിപ്പിക്കുന്നവരെ ഡോക്ടറാക്കണം. ദീന് തീരെ കൊടുക്കാതെ ഡോക്ടറാക്കിയാൽ ഈ മാതാപിതാക്കൾ സുഖമില്ലാതെ കിടക്കുമ്പോൾ പരിശോധനയ്ക്ക് വരാൻ ആ ഡോക്ടർക്ക് സൗകര്യം ഉണ്ടാവില്ല. എന്തുകൊണ്ട് ഉമ്മാനെയും ബാപ്പാനെയും പോയിട്ട് ഇപ്പോൾ പരിശോധിച്ചാൽ ഫീസ് ലഭിക്കൂല എന്നാവും ചിന്തിക്കുക. അതിന് ധാർമ്മിക ബോധമല്ലേ, അവന് വിദ്യാഭ്യാസമേ, ധാർമ്മിക ബോധം അവരില്ല. എന്താ മക്കളെ പഠിപ്പിച്ചത്? മരിച്ച വാപ്പാനെ ഒന്ന് വന്നിങ്ങനെ നോക്കും, മാറി നിൽക്കും. ചിലപ്പോൾ ശരീരശാസ്ത്രം പഠിച്ച ആളായതുകൊണ്ട് രാത്രി ഉറക്കൊഴിക്കാൻ അവന് പ്രയാസം ഉണ്ടാവും. വാപ്പാന്റെ മയ്യത്ത് നായ കടിച്ചു കൊണ്ടുപോകാതിരിക്കാൻ അയൽവാസികൾ കാവൽ നിൽക്കേണ്ടി വരും. സ്വന്തം മകനായ ഡോക്ടർ ഒരു 10-10 സുഖമായിട്ട് പോയി ഉറങ്ങും. ഓൻ സ്വപ്നം കാണാൻ വാപ്പനെ മുതൽ ബാക്കി ഇങ്ങനെ ഓഹരി വെക്കണം. ആ വാപ്പനെയാണ് കാരണക്കാരൻ. ഞാൻ അയാളെയാണ് തല്ലേണ്ടത്, പക്ഷെ ഇനി തച്ചിട്ട് കാര്യമില്ല, ഞാൻ മുണ്ടാതെ കിടക്കണം. ഇൽമ കൊടുത്തോളൂ കുട്ടികൾ. എന്നാൽ മതബോധമുള്ള ഡോക്ടർ, എത്ര നല്ലതാ. അങ്ങനെ സമുദായത്തിൽ നല്ലൊരു ഡോക്ടർ ഉണ്ടായി കിട്ടിയ സഹോദര, അങ്ങനെയുള്ള ഒരു IAS ഉദ്യോഗസ്ഥനുണ്ടായാൽ ആരാണെങ്കിലും എല്ലാം നിൽക്കും നേട്ടാണ്. അപ്പോൾ ഇൽമ കൊടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ മക്കളെ കൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവും സഹോദര ലഭിക്കില്ല. മലപ്പുറത്തെ പരിസരത്തെ ചില വീടുകളിൽ വലിയ വലിയ സമ്പന്നരായ ചില പിതാക്കള് നിത്യരോഗികളായി കിടക്കുന്നവരെ നോക്കുന്നില്ല സഹോദര മക്കള്. ഇതേ കാരണം അവർക്ക് ഇൽമ കൊടുത്തില്ല, മതപരമായ ജ്ഞാനം കൊടുത്തില്ല, വിദ്യാഭ്യാസം. പാലിയേറ്റീവ് കെയറിന്റെ ഓഫീസിലേക്ക് ഒരു മകൻ വിളിച്ചത് എന്നോട് അതിന്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ പറഞ്ഞു. വാപ്പ മരിച്ചപ്പോ വാപ്പാനെ ഇടക്കിടയ്ക്ക് വളണ്ടിയർമാർ പോലുണ്ട്, വിളിക്കാറുണ്ട്. അപ്പൊ വാപ്പ മരിച്ച ഉടനെ തന്നെ മകനെ ഓഫീസിൽ വിളിച്ചിട്ട്, പിന്നെ മരിച്ചിട്ടാ ഭയങ്കര സന്തോഷത്തിൽ വിളിച്ചു, കഴിച്ചിലായി എന്നുള്ള രൂപത്തിൽ. നമ്മളുണ്ട് പ്രസവം കഴിഞ്ഞാലൊരു വിളി, ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക്, അല്ലേ, പെറ്റുട്ടാ, കുഞ്ഞുമോള് പെറ്റു, ആൺകുട്ടിയാ അല്ലെങ്കിൽ പെൺകുട്ടിയാണ്, എന്തൊരു റാഹത്തിനാ വിളിക്കുക. ഇതുപോലെ സഹോദര നിത്യരോഗിയായ വാപ്പ മരിച്ചപ്പോ എത്ര റാഹത്തോടെ വിളിച്ചു പറയുന്നറിയോ? എന്താ കാരണം? ഒന്ന് പോയി കിട്ടിയെങ്കിലും ഇതുമായിരിക്കണം. വിവരമില്ല സഹോദര, വിവരമില്ല. വിവരമില്ലാത്തത് കൊണ്ടാണ്. അത് കൊടുക്കണം നമ്മൾ, അല്ലെങ്കിൽ മക്കളെ കൊണ്ട് എന്താ? അതുകൊണ്ട് സഹോദര, അള്ളാഹു പറയുന്നത് പെണ്ണുങ്ങള് അതുപോലെ തന്നെ സന്താനങ്ങള്, അതുകൊണ്ട് അതിനോടുള്ള സ്നേഹം മനുഷ്യർക്ക് അലങ്കാരമാക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ പെണ്ണുങ്ങളെ കൊണ്ടും അതുപോലെ തന്നെ മക്കളെ കൊണ്ടും ഒരാൾ രക്ഷപ്പെടും. സ്വർണത്തിന്റെയും വെള്ളിയുടെയും കൂമ്പാരം, പണം സ്വർണത്തിന്റെയും വെള്ളിയുടെയും സ്ഥാനത്തിലാണല്ലോ ഇന്ന് നമ്മളെ കറൻസി നിൽക്കുന്നത്. എന്നതായിക്കോട്ടെ, ഈ സ്വർണ്ണാവട്ടെ വെള്ളിയാകട്ടെ നാണയങ്ങളാകട്ടെ, വിനിമയത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കറൻസി അത് സ്വർണത്തിന്റെയും വെള്ളിന്റെയും സ്ഥാനത്ത് തന്നെയാണ്. അതുകൊണ്ട് സ്വർണത്തിനും വെള്ളിക്കും പറഞ്ഞ സക്കാത്ത് കറൻസിക്കും വരില്ല എന്ന് ചിലർ പറയുന്നത് ഇസ്ലാമിന്റെ ആത്മാവിന് കത്തിവെക്കലാണ്. സഹോദര, ചിന്തിക്കണം. നമ്മൾ വളരെയധികം ഗൗരവത്തിലെടുക്കണം. വെള്ളിയും സ്വർണവും അതിനോടുള്ള അമിതമായ പ്രേമം, പണത്തോടുള്ള പ്രേമം ഒരാളെ നശിപ്പിക്കും. എന്നാൽ പണം കൊണ്ട് ഒരാൾക്ക് രക്ഷപ്പെടാലോ സഹോദര, പണം കൊണ്ട് രക്ഷപ്പെടാം. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു രക്ഷപ്പെട്ടത് കൊണ്ടാണ്. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ സമ്പത്ത്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ സമ്പത്ത് നല്ല വഴിയിൽ ഒരുപാട് ചെലവഴിച്ചു ഉണ്ടായതുകൊണ്ടാണ്. റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട പത്നി ഖദീജ ബീവിക്ക് ഒരുപാട് മുതലുണ്ടായിരുന്നു, നല്ല മാർഗത്തിൽ ചെലവഴിച്ചു. പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ സയ്യിദനാ ദാവൂദ് അലൈഹിസ്സലാം, സയ്യിദനാ സുലൈമാൻ അലൈഹിസ്സലാം ഇവരൊക്കെ വലിയ സമ്പന്നരായിരുന്നു. അതേസമയത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സയ്യിദനാ ഈസ അലൈഹിസ്സലാം അവരൊക്കെ ദരിദ്രന്മാരായിരുന്നു. ദരിദ്രന്മാരായിട്ട് ഈ ലോകത്തോട് വിട പറഞ്ഞു. ഈസാ നബിയും നമ്മുടെ നബിയും ഒക്കെ എന്നാൽ വലിയ സമ്പന്നരായിരുന്നു. ദാവൂദ് നബിയും സുലൈമാൻ നബിയും ഒരു പണം കൊണ്ട് അവർ വിജയിച്ചു. അവരുടെ പണം കൊണ്ട് വിജയിച്ചു. 400 ദീനാറിന് ഒരു പടയെങ്കി വിറ്റാൽ കുടുംബത്തിനടുത്ത് വെച്ച് ബാക്കി മുഴുവനും അദ്ദേഹം ദാനം ചെയ്യുമായിരുന്നു. സയ്യിദനാ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം. പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ വലിയ വലിയ സമ്പന്നരുണ്ട്. ആ സമ്പത്ത് കൊണ്ട് അവർ രക്ഷപ്പെട്ടു. ആ സ്വർണം വെള്ളി എന്നൊക്കെ പറഞ്ഞാല് അതുകൊണ്ട് നമുക്ക് രക്ഷക്കാം. ഒരു 10 പവൻ സ്വർണം ആഭരണമല്ലാതെ നമ്മൾ സൂക്ഷിച്ചാൽ അതിന്റെ മുകൾക്ക് എത്രയാണെങ്കിലും 2.5% സക്കാത്ത് കൊടുക്കണം.
ഇല്ലെങ്കിൽ സഹോദര, നാളെ ഖബറിൽ അതിന്റെ പേരിൽ ഒരു പാമ്പ് വന്നിട്ട് നമ്മളെ കൊത്തും. അനക്കൻസു, ഞാൻ എന്റെ നിധിയാടാ എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കും. ഒരു വട്ടല്ല, 2 വട്ടല്ല, 10,000 അല്ല. ഖബറിൽ കിടന്നത് മുതൽ ഇനി രണ്ടാമത്തെ ഊതുന്നത് വരെ അത് ആവർത്തിക്കുകയാണ്. പിന്നെ മഹ്ശറയിൽ ചില പ്രയാസങ്ങൾ, പിന്നെ നരകത്തിലെ കടുത്ത ശിക്ഷ. വേറെണ്ടോ? സ്വർണ്ണം കൊണ്ടിടങ്ങാറാവും. വെറുതെ പാത്ത് വെക്കും, കൊടുക്കാൻ തോന്നൂല. 10-11 കോയിൻസ് ഉണ്ടോ സൂക്ഷിച്ചു വെച്ചത്? കുട്ടികളെ കെട്ടിക്കാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഒരു കൊല്ലം പാത്ത് വെച്ച സഹോദര 2% സക്കാത്ത് കൊടുക്കണം. ആഭരണമാണെങ്കിൽ വേണ്ട, ധരിക്കാനുള്ള ആഭരണം. സക്കാത്തിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി ആഭരണമാക്കി വെച്ച് തടി ഊരാൻ വേണ്ടി അത് വേണ്ട. കണ്ണിന്റെ കട്ടുനോട്ടവും മനസ്സിൽ മറച്ചു വെച്ചതും അല്ലാഹു അറിയും. ആരെ നമ്മൾ പൊട്ടീസാക്കുന്നത്? മനസ്സ് മന്ത്രിക്കുന്നത് അള്ളാഹു അറിയുമെന്നാണ് ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. ഈ വീട്ടിലൊക്കെ ഉപയോഗിക്കാത്ത സ്വർണ്ണം ഉണ്ടാവും, ആഭരണമായിരിക്കും, പക്ഷെ അതൊക്കെ പൊട്ടിയത്, വള പൊട്ടിയത്, കമ്മൽ പൊട്ടിയത്, മാലന്റെ ലോക്കറ്റ് പൊട്ടി ഒഴിവാക്കിയത്, അങ്ങനെ ഒരുപാടുണ്ടാവും. അത് 10.5 പവൻ ഉണ്ടോ സഹോദര, സക്കാത്ത് കൊടുക്കേണ്ടി വരും. ആർക്കും കൊടുക്കൂല, അവിടെ അങ്ങനെ വെക്കും. തങ്കേച്ച് ധരിക്കാൻ പറ്റുമോ? അതുമില്ല, ഒന്നും കഴിയൂല, ഒന്നും കൊടുക്കാൻ. പഴയ കാലത്തൊക്കെ അങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. പള്ളിയുടെ പണി നടക്കുമ്പോൾ അതിന്റെ പരിപാലനത്തിലേക്ക് നൽകും. ഇപ്പൊ നമ്മുടെ പള്ളി കൊടുക്കാൻ നല്ല സൗകര്യം, എല്ലാം നൽകുമ്പോൾ പെയിന്റൊക്കെ അടിച്ചു, എല്ലാ കാര്യവും കുറച്ച് പണം കുറവുണ്ടെന്നോ എന്തെങ്കിലും ആ വകുപ്പൊക്കെ റമദാനല്ലേ കണ്ടറിഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അൽഹംദുലില്ലാഹ് സഹോദര, അതാണ് നമുക്ക് ബാക്കി വരിക. ബാലൻസ് ആയിട്ട് വരുന്നത് മാത്രമാണ്. അപ്പൊ സ്വർണം വെള്ളി കൊണ്ട് ഒരാൾ രക്ഷപ്പെടും, എന്നാൽ അതുകൊണ്ട് ഒരാൾ പരാജയപ്പെടും ചെയ്യും. അല്ലാഹു പിന്നെ പറയുന്നത് വൽ ഖൈലിൽ മുസവ്വമ, ലക്ഷണമൊത്ത കുതിരകൾ. ആദ്യകാലത്ത് കുതിരകളായിരുന്നു വലിയ വാഹനം. ഇന്ന് മറ്റു വാഹനങ്ങൾ, കാറുകളും മറ്റൊക്കെ കൂട്ടിക്കോളും. ഇന്നുണ്ടല്ലോ വാഹനമുള്ള ഒരുപാട് ആളുകളുണ്ടാവും. വാഹനം കൊണ്ടൊരാൾ രക്ഷപ്പെടും. വെറുതെ കാര്യമായിട്ട് അങ്ങാടിയിലേക്ക് വാഹനമായിട്ട് പോകുമായിരിക്കും. അതേസമയം നടന്നു പോകുന്ന ഒരാൾ, അവൻ അങ്ങാടിയിലേക്കാണ്, ജസ്റ്റ് ഒന്ന് നിർത്തി കൊടുത്താൽ അയാളെ കയറ്റിയാൽ ഫ്രണ്ട് തന്നെ സീറ്റ് ഒന്ന് കാലിയായി കിടക്കണം. വലിയൊരു ഉപകാരം. രക്ഷപ്പെടും. ഒരു സീറ്റ് കൊടുത്താൽ ഉപകാരപ്പെടും, രക്ഷപ്പെടും. അത് വലിയ കൂലിയാണ്. എവിടെ? അവനിപ്പോ എന്റെ വണ്ടിയിൽ സീറ്റിലിരിക്കാൻ മാത്രമല്ല എന്നുള്ളൊരു ചിന്ത വന്നാലോ പോയില്ലേ? സഹോദരാദ്യ കാലഘട്ടത്തിൽ കുതിരകളായിരുന്നു. ഇന്ന് നമുക്ക് വേറെ വാഹനങ്ങളുണ്ട്. ഇന്നും സഹോദര ഉപജീവനത്തിന്റെ പ്രധാന വഴിയാണ് നാൽക്കാലികൾ. അല്ലാഹു തആല പറഞ്ഞ നാൽക്കാലികൾ ഇന്നും അതുപോലെ ഉപജീവനത്തിന്റെ വഴിയാണ് കൃഷി. ഇസ്ലാമിൽ വലിയ പുണ്യമുള്ള കാര്യമാണ് കൃഷിപ്പണി. മദീനക്കാരൊക്കെ കൃഷിപ്പണിക്കാരായിരുന്നു. കച്ചവടം 2ാം സ്ഥാനത്താണ്. മക്കക്കാരൊക്കെ കച്ചവടക്കാരായിരുന്നു. പല സ്ഥലങ്ങളിലേക്കും കച്ചവടത്തിന് പോകും. അള്ളാഹു പറയുന്നത് ഇതൊക്കെ ഭൗതികമായ ജീവിതത്തിന്റെ അലങ്കാരമാണ്. അള്ളാഹുവിന്റെ അരികിലുള്ള സങ്കേതം അതാണ് ഏറ്റവും ഉന്നതമായത് എന്ന് അള്ളാഹു താല ഖുർആനിലൂടെ പറയുന്നുണ്ട്. ഇനി അള്ളാഹു താല ഈ വിഷയം മറ്റൊരായത്തിലൂടെ പറയുന്നത് വിശുദ്ധ ഖുർആനിലെ തൗബ സൂറത്തിലാണ്. തൗബ സൂറത്തിൽ അള്ളാഹു താല ഇത് സംബന്ധമായിട്ട് പറയുന്നുണ്ട്. തൗബ സൂറത്തിൽ അള്ളാഹു താല ഇതിനെ സംബന്ധിച്ച് പറയുന്നത് യഥാർത്ഥത്തിൽ നോക്കൂ. അള്ളാഹു പറയുന്നുണ്ട്, ഒരു മനുഷ്യന്റെ ദുന്യാവ് എന്താണ് എന്നതിനെ സംബന്ധിച്ച് അള്ളാഹു കൃത്യമായിട്ട് പറയുന്നുണ്ട്. നമ്മൾ ആ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അതായത് തൗബ സൂറത്തിലെ 24-ാമത്തെ വചനത്തിൽ അള്ളാഹു താല ഈ കാര്യങ്ങൾ പറയുന്നു. ഞാൻ ആയത്തൊന്ന് നിങ്ങൾ ഓതിത്തരാം. മആരിജ് സൂറത്തിലെ ഇതിനോട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വചനം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും വഅശീറതുകും വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره والله لا يهدي القوم الفاسقين. അല്ലാഹു തആല സൂറത്ത് തൗബയിൽ പറയുന്നു, ദുനിയാവ് എന്താണെന്ന് അല്ലാഹു പറയും. നബിയെ, താങ്കൾ ജനങ്ങളോട് പറയണം, ഇൻകാന ആബാഉകും, നിങ്ങൾക്ക് നിങ്ങളുടെ പിതാക്കൾ മാതാക്കളും അതിൽ ഉൾപ്പെടും, വഅബ്നാഉകും നിങ്ങളുടെ സന്താനങ്ങളും,
വഇഖ്വാനുക്കും നിങ്ങളുടെ ജ്യേഷ്ഠാനുജന്മാരും വഅസ്വാജുക്കും നിങ്ങളുടെ ഇണകളും വഅശീറത്തുക്കും നിങ്ങളുടെ കുടുംബങ്ങളും വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹാ നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കി നിങ്ങളുടെ ധനവും വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ മാന്ദ്യം സംഭവിക്കുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്ന കച്ചവട വസ്തുക്കളും വമസാകിനു തർലൗനഹാ നിങ്ങൾ ഏറെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഭവനങ്ങളും. ഇനി ദുന്യാവ് വേറെ എന്താണുള്ള ഇതിൽ പെടാത്തത്? എല്ലാം പെട്ടു. ആദ്യം പറഞ്ഞെന്താ? നിങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ സഹോദരങ്ങൾ, നിങ്ങളുടെ ഇണകൾ, നിങ്ങളുടെ കുടുംബക്കാർ, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ കച്ചവട വസ്തുക്കൾ, നിങ്ങളുടെ വീട്. 8 കാര്യങ്ങൾ എണ്ണിയിട്ട് അല്ലാഹു പറയുന്നത് അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലി അല്ലാഹുവിനേക്കാളും അവന്റെ റസൂലിനേക്കാളും അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ധർമ്മസമരത്തെക്കാളും ഈ എണ്ണിപ്പറഞ്ഞ കാര്യങ്ങളോടാണോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം? അങ്ങനെയാണെങ്കിൽ ഫതറബ്ബസൂ ഹത്താ യഅ്തിയല്ലാഹു ബിഅംരി അല്ലാഹു തന്റെ കൽപ്പന നടപ്പിൽ വരുത്തുന്നത് വരെ നിങ്ങൾ കാത്തിരുന്നോളൂ, ശരിയാക്കി തരാം. അതന്നെയാണ് എവിടെയും പറഞ്ഞത്. അപ്പൊ നമ്മൾ മാരിജിന്റെ ലാസ്റ്റ് പറഞ്ഞത് ഫദറുഹും യഖൂലൂ വയൽഅബൂ ഹത്താ യുലാഖൂ യൗമഹുമുല്ലദീ യുഅദൂൻ അവരൻ കളിക്കട്ടെ, അവർ തെറ്റിൽ മുഴുകട്ടെ, അവരെ കാര്യം വിട്ടേക്കു നബിയെ. അവർ ഏതുവരെ ഉണ്ടാവും? അവർ നമ്മൾ പിടികൂടുന്ന ഒരു സന്ദർഭം. അവരോട് താക്കീത് ചെയ്യപ്പെട്ട ദിനത്തെ കണ്ടുമുട്ടുന്നത് വരെ അന്ന് ഞാൻ കൊടുത്തോളാം. ഇവിടെ ഈ 8 കാര്യങ്ങളിൽ അപ്പുറം വേറെ ദുന്യാവില്ല. അപ്പൊ സ്വന്തം മാതാപിതാക്കളോട് ആർക്കും ഇഷ്ടമുണ്ടാവും, പക്ഷെ അല്ലാഹു വിലക്കിയ രൂപത്തിലാണ്. മാതാപിതാക്കൾക്ക് സഹോദര മക്കളോടുണ്ടാകും. മനസ്സിലാക്കണം, നമ്മൾക്കൊരു കാര്യം ശ്രദ്ധിക്കണം. നമ്മുടെ മാതാപിതാക്കൾ നമ്മൾ വളരെ കണക്കിലെടുക്കണം. മക്കളുണ്ടാവും, മക്കളോട് ഓവർ സ്നേഹം മാതാപിതാക്കൾ മൈൻഡ് ചെയ്യാത്ത അവസ്ഥ ഉണ്ടാവരുത്. കാരണം ഈ മക്കൾ വളർന്നു വരുമ്പോൾ അവർക്ക് പിന്നെ സന്താനങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ അവരുടെ പിതാക്കളാ, അവർക്ക് വേറെ മക്കളായി. ഇത് തിരിച്ചടിക്കും. ചില ആളുകൾക്ക് വയസ്സായ ഉമ്മമാരോ ഉപ്പമാരൊക്കെ ഒരു ഭാരമായിട്ട് തോന്നും. എന്നിട്ട് സ്വന്തം മക്കള് ഭാര്യ അവരേറ്റിങ്ങനെ കളിച്ച് രസിച്ച് ഉല്ലസിച്ച് മാതാപിതാക്കളിൽ ഭാരമായിട്ട് തോന്നരുത്. എന്തുകൊണ്ട്? ആ മക്കൾക്ക് തിരിച്ചു തോന്നുന്ന ഒരു സന്ദർഭം വരാനുണ്ട്. അവർ പറക്കാനായാൽ, കരിമീശ വളർന്നു, അവരും കല്യാണം കഴിച്ച് അവർക്കും സന്താനങ്ങളായാൽ ഇത് നേരെ തിരിച്ചടിക്കും. പലിശ സഹിതം കിട്ടും. അതങ്ങനെ കീഴ്വഴക്കനുസരിച്ച് പോകും. അറ്റാക്ക് മാത്രമല്ല താവഴിയായിട്ട് വരാം, പൈൽസ് മാത്രമല്ല സഹോദര താവഴിയായിട്ട് വരാം, പ്രമേഹം താവഴിയായിട്ട് വരും, ഷുഗർ താവഴിയായിട്ട് വരുന്ന ഈ സംഗതി കൂടിയുണ്ട്. വളരെയധികം ശ്രദ്ധിച്ചോളൂ. നമ്മുടെ ഭാഗം ക്ലിയർ ആക്കിയില്ലെങ്കിൽ പ്രശ്നം. എന്നാൽ സഹോദര വാപ്പ പറയാണ് എന്ത്? ബ്രാൻഡി കൊണ്ടുവരാൻ. വാപ്പ മകനോട് പറയണം, വാപ്പാക്ക് നടക്കാം, അത് കേൾക്കരുത്. അള്ളാനോടും റസൂലിനോടും ഉള്ളതിനേക്കാൾ ഇഷ്ടം സ്വന്തം പിതാക്കളോടോ മാതാക്കളോടോ ഉണ്ടാകരുത്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചപ്പോൾ ഉമ്മ എന്താ പറഞ്ഞത്? നീ ഇസ്ലാമിൽ നിന്ന് രാജിവെക്കാതെ ഒരു തുള്ളി വെള്ളം ഞാൻ കുടിക്കില്ല. 48 മണിക്കൂർ ഒറിജിനൽ നിരാഹാരാണ് ആ സ്ത്രീ അനുഷ്ഠിച്ചത്. ആകെ തളർന്നു പോയല്ലോ. കുടുംബക്കാർ വിളിച്ചു വരുത്തിയിട്ട് സഅദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, മോനെ ഇസ്ലാമിന് രാജിവെക്ക്, പെറ്റ തള്ളേന്, ജീവൻ പോകും. 48 മണിക്കൂറായി, ഒരു തുള്ളി വെള്ളം കുടിച്ചിട്ടില്ല, ഒറ്റ കാരക്ക തിന്നിട്ടില്ല, ഒരു റൊട്ടിയുടെ കഷ്ണം കഴിച്ചിട്ടില്ല. ആ കുട്ടി ഉറച്ചുന്നു. അല്ലാഹു തആല സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ആ സംഭവത്തെ അതിനെ പ്രകീർത്തിച്ച് ആയത്തിറക്കി. ആ നിലപാടാ വേണം. മാതാപിതാക്കൾക്ക് ചെയ്യേണ്ടത് ചെയ്യണം. അവർ അവിശ്വാസികളാണെങ്കിൽ പോലും നന്മ ചെയ്യണം. വാപ്പച്ഛന തനി അവിശ്വാസിയാ, എന്നാൽ അയാൾക്ക് മരുന്ന് വാങ്ങാൻ കാശിലേക്ക് കൊടുക്കണം, പരിപാലിക്കണം. ശിർക്ക് ചെയ്യാൻ പറഞ്ഞാൽ കേൾക്കരുത്, തെറ്റ് ചെയ്യാൻ പറഞ്ഞാൽ കേൾക്കരുത്. സഅദ് റളിയല്ലാഹു അൻഹു തന്റെ ഉമ്മാന്റെ ചെവിയിൽ മന്ത്രിച്ചു, ഉമ്മ ഞാൻ ഇസ്ലാമിൽ നിന്ന് രാജിവെക്കാത്തത് കാരണം നിങ്ങൾ പട്ടിണി കിടന്ന് മരിച്ച്, വീണ്ടും നിങ്ങൾക്കൊരു ജന്മം കിട്ടി, വീണ്ടും നിങ്ങൾ പട്ടിണി കിടന്ന് മരിച്ച്. അങ്ങനെ 100 വട്ടം ആവർത്തിച്ചാലും നിരാഹാരം, 100 വട്ടം 100 മരണം ആവർത്തിച്ചാലും സഅദ് മാറിയില്ല എന്നാണ്. ഉമ്മാക്ക് മനസ്സിലായി ഇനി തടിയർപ്പാവും. വെള്ളം കുടിച്ചു, വെള്ളം കുടിപ്പിച്ചു എന്ന് പറയണം. ആദ്യത്തെ നിരാഹാരം, ആദ്യം തൂറ്റിപ്പോയ നിരാഹാരം ഒരു പക്ഷെ അതായിരിക്കാം. ആവേണ്ട. അപ്പോൾ ആദർശത്തിലൊരു ചേഞ്ചിങ് ഇല്ല. ഇനി നോക്കൂ സഹോദര, പിന്നീട് ഖുർആൻ പറയുന്നത് വഇഖ്വാനുക്കും നിങ്ങളുടെ ജ്യേഷ്ഠന്മാർ ഒരു രക്തം എന്നുള്ള നിലക്ക് നല്ല ബന്ധമുണ്ടാവും, വേണം. സ്വന്തം ജ്യേഷ്ഠന്മാർ പരസ്പരം സഹായിച്ചാൽ അതിന് വലിയ കൂലിയാണ്.
ഒരുപാട് ഇരട്ടി കൂലി കിട്ടും, ശരിയാണ്. പക്ഷേ അള്ളാഹ് വിലക്കിയ രൂപത്തിലാകരുത്. ഏറ്റവും സ്നേഹം അള്ളാഹിനോട് റസൂൽ. അവിടെയാണ് അധികം ആളുകളും എന്ത് ചെയ്യുക, അധികം ആളുകൾക്കും ശ്രദ്ധിക്കാൻ കഴിയാത്തൊരു മേഖലയാണത്. എന്തുകൊണ്ട്? സ്വന്തം ഇണകൾ എന്ത് പറഞ്ഞാലും പിന്നെ അവിടെ ദീന് നോക്കാറില്ല. ഭാര്യ എന്താ പറയുന്നത് കേൾക്കുന്ന ആണുങ്ങളുണ്ട്. ഐഡിയ നമുക്ക് തെറ്റല്ലേ, അങ്ങനെ നോക്കിയാലൊന്നും ജീവിക്കാൻ കഴിയൂല. എന്നായിക്കോട്ടെ, ഭാര്യ എന്താ പറയുന്നത്. ചില ആളുകൾ അങ്ങനെ ഉണ്ട്, തീരെ ഒരു നട്ടെല്ലുണ്ടാവില്ല. നട്ടെല്ലുണ്ടാവും, ബലം വേണ്ട. ഭാര്യ എന്താണോ പറയുന്നത് അതന്നെ. പള്ളിയിലേക്ക് ഒരു പിരിവ് ചോദിക്കുകയാണെങ്കിൽ കമ്മിറ്റിക്കാരെല്ലാവരും കൂടി വന്ന് ചോദിക്കാണ് പള്ളിക്ക് ഒരു നിലനിർത്താൻ വേണ്ടിയിട്ട്. അപ്പൊ അതിനൊരു എസ്റ്റിമേറ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒരു 5000 രൂപയിലും ഓരോരുത്തരുടെ കുടുംബത്തിന്റെ സ്ഥിതി അനുസരിച്ച് ഈ കുടുംബം ഒരു 5000 രൂപ കൊടുക്കണം. ശരി, 5000 എഴുതാം എന്ന് പറയുമ്പോൾ ഇയാൾ ചിലപ്പോൾ എന്ത് ചെയ്യും, കമ്മിറ്റിക്കാരോട് പറയും ഭാര്യനോടൊന്ന് ചോദിക്കട്ടെ, ഓളോട് ചോദിക്കാൻ പറ്റില്ല. അയാൾ അകത്തേക്ക് പോയിട്ട് ഭാര്യയോട് പറയണം പള്ളി കമ്മിറ്റിക്കാരാ വന്നിട്ടുള്ളത്, പള്ളിന്റെ പിരിവിന് വന്നതാണ്, 5000 എഴുതണം എന്നാണ് അവർ പറയുന്നത്. അവൾ പൊട്ടിത്തെറിക്കും, ശബ്ദം കുറച്ച് പൊട്ടിത്തെറിക്കും. കമ്മിറ്റിക്കാർ വരാൻ തീണ്ടല്ലോ. എന്നിട്ട് അയാളോട് പറയും എന്ത് കണ്ടിട്ട് ഞങ്ങൾ ഈ 5000 കൊടുക്കണം എന്ന് പറയുന്നത്? എന്റെ കുട്ടികളെ കണ്ടിട്ടാ? എന്റെ മക്കളെ കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട? ഓ, എന്റെ മക്കളെന്നാണ്. ഇയാൾക്കൊരു പങ്കുമില്ലാത്ത പോലെയാണ്. വല്ലാത്തൊരു ശുചായി. അവസാനം 500 എഴുതികളെയാണ്. സഹോദര, ശരി മാഡം, പഞ്ചായത്ത് പ്രസിഡന്റ് വനിതയാണെങ്കിൽ എൻ്റെ മാഡം എന്നിട്ട് മുന്നിൽ നിൽക്കല്. അതേപോലെ സ്വന്തം ഭാര്യന്റെ മുന്നിൽ എന്നിട്ട് പിന്നെ കമ്മിറ്റിക്കാരോട് വന്നിട്ട് പറയണം ഒരു 500 എഴുതിക്കളി, ഇത്ര മതിയെന്നാണ് ഓള് പറഞ്ഞത്. ഇയാൾ ഭാര്യയെ കൊണ്ട് കഴിച്ചോനാണ്. അത് നട്ടലില്ല. ആണാവണ്ടേ, അത് ആദ്യം നോക്കേണ്ടതായിരുന്നു. ഒരു ക്ലാസ്സിലേക്ക് ഒരു അധ്യാപകൻ വന്ന കുട്ടികൾക്കുണ്ട് ഫസ്റ്റ് ദിവസം തന്നെ ഒരു തൂക്കൽ, അതിൽ വിജയിക്കണം. ദാമ്പത്യ ജീവിതത്തിന്റെ ആദ്യ ദിവസം തന്നെ ഓൾക്കുണ്ടാകും ഒരു തൂക്കൽ, ഒരു പുതിയ പ്ലെയർ, അതിൽ ഓനും വിജയിക്കണം. എങ്ങനെയാണെന്നൊന്നും ഇപ്പൊ എനിക്ക് വിശദീകരിക്കാൻ കഴിയാം, നിങ്ങൾ മനസ്സിലാക്കണം. ഏതായിരുന്നാലും നോക്കൂ, ഇനി ചില ആളുകളുണ്ട്, ഭാര്യമാര് ഇണകൾ എന്താണോ പറയുന്നത് അവരുടെ തെറ്റോ ശരിയൊന്നുമില്ല, അവർ എന്ത് പറഞ്ഞാലും ഇപ്പൊ കോട്ടക്കുന്ന് പണമെന്ന് ഗാനമേള എന്ന് പറഞ്ഞാൽ എത്ര സുഖമല്ലെങ്കിലും വെയ്യാന്ന് പറഞ്ഞാൽ ഓൾക്ക് പൊരിച്ചു മത്തി പൊരിക്കുന്നത് പോലെ. അതുകൊണ്ട് വേഗം വണ്ടി എടുത്തു കയറിക്കോ പോവാം. എന്നിട്ട് അയാൾ വണ്ടി എവിടെയെങ്കിലും നിർത്തിയിട്ട് സുഖമായിട്ട് ഉറങ്ങാണ്. ഓളിങ്ങനെ കണ്ട ആണുങ്ങളൊക്കെ തിക്കി തിരക്കി, ഓൾക്കത് രസം. ഈ ജാതി ആളുകളെ പറ്റിയാണ് സഹോദര പറയുന്നത്, അള്ളാഹു പറയുന്നത്. പിന്നീട് അള്ളാഹു പറയുന്നത് എന്താ? വഅശീറത്തുക്കും, നിങ്ങളുടെ കുടുംബങ്ങൾ. കുടുംബത്തെല്ലാം പരിഗണിക്കണം, പക്ഷെ അല്ലാഹു വിലക്കിയ രൂപത്തിലാകരുത്. വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹാ വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹാ. തൗബ സൂറത്തിൽ അള്ളാഹു പറയുന്നു, നിങ്ങൾ സമ്പാദിച്ച നിങ്ങളുടെ ധനം, സമ്പത്തിനോട് നല്ല സ്നേഹം ഉണ്ടാവും, പക്ഷെ ഓവറാകരുത്. ഏറ്റവും സ്നേഹം അള്ളാഹിനോടും റസൂലിനോടും ആകണം. വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ, മാന്ദ്യം സംഭവിക്കുമെന്ന് ഭയപ്പെടുന്ന കച്ചവട വസ്തുക്കള്, അതിനോട് സ്നേഹം ഉണ്ടാവും. നമ്മൾ സാധനങ്ങൾ ഒന്നായിട്ട് വാങ്ങിട്ടു അത് ചെലവാവൂലെന്നുള്ളൊരു പേടിയുണ്ടെങ്കിൽ മനസ്സിലാതെ തന്നെയൊക്കെ നിസ്കരിക്കാൻ നിന്നാ പ്രത്യേകിച്ച്. നിങ്ങളുടെ അഭിപ്രായം? ഉള്ളിക്ക് ഭയങ്കര വിലയുള്ള ടൈമിൽ ഒരു ലോഡ് ഉള്ളി ഇറക്കി, ഒരു കുട്ടിയും വാങ്ങണില്ല, എന്തായിരിക്കും അവസാനം? ഉള്ളിയല്ലേ, ഇരുമ്പല്ലല്ലോ അത്. ഓരോ ദിവസം ചാക്കുന്നിങ്ങനെ ആ ചീഞ്ഞ ഉള്ളികൾ പുറത്തേക്ക് എറിയണം, വമ്പ നഷ്ടാണ്. അപ്പൊ ആ സമയത്ത് ഇയാള് വന്ന നിസ്കാരത്തിന് വന്നാൽ ഇതന്നായിരിക്കും ചിന്ത. ചിലപ്പോ അത്തഹിയാത്തിന് ഇല്ലല്ലാ എന്ന് പറയുമ്പോൾ വല്യുള്ളിന്ന് വരും. തമാശ പറയല്ല, അത് മാത്രമായി ചിന്താകെ മാറി. എന്താ കാരണം? ഇതാണ് ഖുർആൻ പറയുന്നത്, വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ. മാന്ദ്യം സംഭവിക്കുമെന്ന് ഭയപ്പെടുന്ന കച്ചവട വസ്തുക്കൾ, അതോടുകൂടെ വമസാകിനു തർലൗനഹാ, നിങ്ങൾ ഏറെ ഇഷ്ടപ്പെടുന്ന വീടുകൾ. ഈ കാലഘട്ടത്തിൽ എത്ര ഫിറ്റാ ഒരു മനുഷ്യന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ തന്നെ വീടിന് വേണ്ടിയിട്ടാണ്. ഇതിപ്പോ ഗൾഫ് നിർത്തി തരായല്ലോ, എങ്ങനെങ്കിലും വലിയ ഹലാക്കിന്റെ വീടുണ്ടാക്കും, പിന്നെ സക്കാത്തിന് അർഹതയുള്ള ആളാവും. വീട് കണ്ട ആരും കൊടുക്കില്ല, കട്ട പുകയായിരിക്കും വീട്ടിൽ, വളരെ കഷ്ടപ്പാടായിരിക്കും. റമദാനിൽ ചിലപ്പോ ഒരു ദിവസം പോലും മാംസം കൊണ്ടുവരാനുള്ള പണം പോലും ഉണ്ടാവില്ല, വളരെ ബുദ്ധിമുട്ടിലായിരിക്കും. വീട് ഇങ്ങനെ കണ്ട നാഷണൽ ഹൈവേന്റെ പക്കത്ത് പറക്കാൻ നിൽക്കണം. വീട് കണ്ട ആ കാഴ്ച. അതാ പണ്ട് കാലത്ത് ഒന്നായിട്ട് കടം വാങ്ങിയിട്ട് മറ്റാ നല്ല ടൈമിലാണ് കയറ്റിയിട്ടാണ്. ദീർഘവീക്ഷണം നമുക്ക് തീരല്ലല്ലോ. ഇപ്പൊ ഭയങ്കര ഇടങ്ങേറുള്ള ഒരു കുട്ടി കൊടുക്കൂല, അത് മിസ്കീനാന്നുള്ള വിവരം അറിയില്ല ആളുകൾക്ക്.
കണ്ടാ തോന്നൂല. അത് ചിലപ്പോൾ വലിയ തറവാട്ടുകാരനായിരിക്കും. സഹോദര, അധികാടുകളും വീടിന് വേണ്ടിയിട്ട് അള്ളാനെ മറക്കുകയാണ്. ജുമുഅത്ത് കാണാത്ത ഒരാളോട് ചോദിക്കണം, അല്ല എന്നെ ജുമുഅക്ക് കണ്ടില്ലല്ലോ എന്ന് ചോദിച്ചാൽ എന്താ പറയാ? എവിടെ ഇഷ്ടം നേരം വേണ്ടേ? വീടിന്റെ രണ്ടാമത്തെ നല്ല വാർപ്പായിരുന്നു. ബംഗാളികളല്ലേ, ഓ ഞാൻ അവിടെ ഇല്ല, ഞാൻ പറ്റില്ല. മെയിൻ വാർപ്പ് വെള്ളിയാഴ്ച ഉസ്താദ് പറമ്പ കയറിയിട്ട് വസിയത്തും ഇബാദല്ലാഹ് തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യാണ്. അയാൾ കമ്പിയെടുത്ത് കുത്താണ് ആ സമയത്ത് നാട്ടിൽ വെച്ച ചോർച്ച വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അയാൾ പരമ കുടുങ്ങാണ്. വീടിന് ചോർച്ചയൊന്നും ഉണ്ടാകാതെ അങ്ങനെ കിടക്കും. അയാളെ മക്കളെ ഇനി നിരത്തും ഭാവിയിൽ. ഇയാൾക്ക് കബർക്ക് എന്തേ കിട്ടി? ജുമുഅ ഒഴിവാക്കി സഹോദര, വീടാണ് പ്രശ്നം വന്നത്. വീടാ കാരണം അല്ല, അന്നെ മരിച്ചു കൊടുത്ത് കണ്ടില്ല. എവിടെ നേരം വേണ്ട. മകന്റെ രണ്ടാമത്തവന്റെ വീട് പണിയെടുക്കുക, മൂന്നാമത്തവന്റെ വീട് പണിയെടുക്കുക. ഇങ്ങനെയാണ് ആളുകൾ പറയാ. വീടുകൾ കാരണം സഹോദര ഒരുപാട് ആളുകൾ തമാശ പറയുകയല്ല, നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതാണ്. ഏറെ സ്നേഹിക്കുന്ന വീടുകൾ. അപ്പൊ ഇതൊക്കെ വേണം, വീടിനോട് സ്നേഹം വേണം. ചില ആളുകൾ വീട് തീരെ ശ്രദ്ധിക്കൂല. ആകെ എട്ടുകാലിയുടെ വലകളും പിന്നെ അതുപോലെ തന്നെ ആകെ വൃത്തികേടായി ഒരു വൃത്തിയില്ലാത്തോണ്ട് അങ്ങനെ നോക്കണ്ട എന്നല്ല. പക്ഷെ എന്താകരുത്, അള്ളാഹുവോടുള്ള ബാധ്യത നിർവഹിക്കുന്നതിന് വീടൊരു തടസ്സമാകരുത്. അള്ളാഹു പറയുന്ന ഈ എണ്ണിപ്പറഞ്ഞ കാര്യങ്ങൾ, മാതാപിതാക്കള്, മക്കള്, സഹോദരങ്ങൾ, ഇണകൾ, കുടുംബക്കാർ, സമ്പത്ത്, കച്ചവട വസ്തുക്കൾ, വീട്, അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലി, അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും ഉള്ളതിനേക്കാൾ ഏറ്റവും ഇഷ്ടം ഇവകളോടാണോ? വജിഹാദിൻ ഫീ സബീലി, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ധർമ്മ സമരത്തെക്കാളും ഏറ്റവും ഇഷ്ടം ഈ എണ്ണി പറഞ്ഞതിനോടാണോ? എന്നാൽ ശിക്ഷ കാത്തിരുന്നോളൂ. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഇതൊക്കെ ഉൾക്കൊണ്ടവരാണ് സഹോദര 1400 കൊല്ലം മുമ്പുള്ളവർ. അവരിതൊക്കെ ശരിക്കും ഉൾക്കൊണ്ടു. സ്വന്തം വീട് വിട്ട് മദീനയിലേക്ക് പലായനം ചെയ്യാൻ, അബസീനിയയിലേക്ക് പലായനം ചെയ്യാൻ അവർക്ക് മടിയില്ലായിരുന്നു. അവർ യാതൊരു മടിയില്ലായിരുന്നു. എല്ലാം ഒഴിവാക്കി അവർ പോയി. സിദ്ദീഖെന്നവര് പ്രവാചകരോടുകൂടെ വീട്ടിൽ നിന്നിറങ്ങുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യയും തന്റെ വലിയ മകൾ അസ്മാവും തന്റെ ചെറിയ കുട്ടി ആയിഷയും അവിടെ ഉണ്ടായിരുന്നു അല്ലേ? അവരൊക്കെ ഒഴിവാക്കിയിട്ട് അവരൊക്കെ അവിടെ താമസിച്ചിട്ട് പോവാണ്. ആ യാത്രക്ക് എന്ത് തടസ്സായില്ല? ഭാര്യ സന്താനങ്ങൾ തടസ്സമായില്ല, മുതല് തടസ്സമായില്ല, വീട് തടസ്സമായില്ല. മൂത്തത്തിന്റെ പടക്കളത്തിലേക്ക് ഷഹീദാകുമെന്ന് നബി തങ്ങൾ ഉറപ്പ് കൊടുത്തിട്ടും സയ്യിദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവിനും അതുപോലെ ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനും അബ്ദുല്ലാഹി ബിൻ റവാഹത്ത് റളിയല്ലാഹു അൻഹുവിനും വീട്ടിൽ നിന്നിറങ്ങാൻ ഒരു മടിയില്ലായിരുന്നു. അവരിനി തിരിച്ചു വരില്ല എന്നുള്ള കാര്യം ഉറപ്പാ. കാരണം തിരുദൂതർ പറഞ്ഞതാണ്, ആദ്യം ഷഹീദാകുന്നത് സയ്യിദ്, രണ്ടാമത് ഷഹീദാകുന്നത് ജഅഫർ യുദ്ധക്കളത്തിൽ, മൂത്തത്തിന്റെ പടക്കളത്തിൽ മൂന്നാമത് ഷഹീദാകുന്ന നായകൻ അത് അബ്ദുല്ലാഹി ബിൻ റവാഹ. പിന്നെ നിങ്ങളെ കൂട്ടത്തിൽ നിങ്ങളൊരാളെ നേതാവാക്കണമെന്ന് നബി തങ്ങൾ മുസ്ലിം സേനയോട് പറഞ്ഞതാണ്. ആ 3 നേതാക്കന്മാർക്കും അറിയാം ഈ വീട്ടിലേക്ക് തിരിച്ചു വരൂല. അതിൽ ജഅഫർ റളിയല്ലാഹു അൻഹു ചെറിയ കുട്ടിയുണ്ട്, തന്റെ ഭാര്യ ചെറുപ്പക്കാരിയാണ് അസ്മാ റളിയല്ലാഹു അൻഹ. പക്ഷെ അതൊന്നും തടസ്സായില്ല, വീട്ടിൽ നിന്നിറങ്ങാൻ ഭാര്യ കുട്ടി ഒന്നും തടസ്സായില്ല. അവരെ ഈമാൻ നോക്കുന്നു. നമുക്കൊന്നും അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല, അങ്ങനത്തെ ഒരു പ്രയാസമില്ല. നമുക്ക് ഇന്നിങ്ങനെ ആരോഗ്യപരമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരമുണ്ട് ഇപ്പോൾ നിലവിൽ. ഇത് നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഇതിന് നമ്മുടെ ദുനിയാവ് ഒരിക്കലും എന്താകരുത്, ഒരു തടസ്സമാകരുത്. അപ്പോഴും നമ്മൾ തിരക്ക് എന്ന് പറയരുത്. നമ്മളോട് പറയേണ്ട ആവശ്യമില്ല, നമ്മളിതിനെ പരിഗണിക്കുന്നവരാണ്. പരിഗണിക്കാത്തവരാണെങ്കിൽ ബോധ്യപ്പെടുത്തേണ്ടത്. പക്ഷെ അവരിത് കേൾക്കാറില്ലല്ലോ. സഹോദരാ, ചിന്തിക്കണം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ സംബന്ധമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് കളിയുടെയും വിനോദത്തിന്റെയും കാര്യത്തിൽ ശ്രദ്ധിക്കണം. ഇന്ന് എല്ലാ സീമകളും ലംഘിക്കപ്പെടാണ്. മദീനയിലെ സ്വഹാബത്തിന് സ്വല്പം കളി തമാശകൾ കൂടി മദീനയിൽ. മക്കയിൽ ഭയങ്കര പ്രയാസായിരുന്നു. മദീനയിലേക്ക് ഹിജ്റ ചെന്നപ്പോൾ അൽഹംദുലില്ലാഹ് അവിടെ റാഹത്താണ്. അൻസാറുകൾ അവരെ നെഞ്ചിലേറ്റി. എന്നാലും ഇസ്ലാം വിലക്കിയ രൂപത്തിലുള്ള കളികളോ തമാശകളോ അവർക്കില്ലായിരുന്നു. ഇസ്ലാം വിലക്കിയ രൂപത്തിൽ അനാവശ്യമായിട്ട് ഒന്നും ചെയ്തില്ല. എന്നാലും കുറച്ച് ചിരിയും കളിയൊക്കെ കൂടിയപ്പോൾ അള്ളാഹു ഉടനെ ആയത്തിറക്കി. അത് ബ്ലോക്ക് ചെയ്തു. അള്ളാഹുവിന്റെ ദിക്റിലേക്ക്, അവന്റെ ഫിക്റിലേക്ക് നിങ്ങളുടെ ഹൃദയത്തെ മയപ്പെടുത്താൻ നിങ്ങൾക്ക് സമയമായില്ലേ? അലം യഅ്നിലില്ലദീന ആമനു എന്ന് പറയുന്ന ആയത്തിറക്കിയിട്ട് ഉടനെ തന്നെ കളിയെ ബ്ലോക്ക് ചെയ്തു എന്നാണ്. നമ്മളൊക്കെ എവിടെ? നമുക്ക് യാതൊരു ചിന്തയില്ല. ഞാനിപ്പോ നിങ്ങളുടെ മുന്നിൽ ഖുർആനാണ് പറയുന്നത്.
16 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മദീന പള്ളിയിൽ ഖുർആൻ പറഞ്ഞു പുണ്യ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ന് നബിയുടെ മുന്നിലിരുന്നത് സഹോദര ആരാ? സുഫത്തിന്റെ അഹ്ലുകാരാണ്. സുഫത്തിന്റെ ആള്. ഇൽമു പഠിക്കാൻ വേണ്ടി നബിയുടെ ചാരത്ത് ഒരുമിച്ച് കൂടിയ നിഷ്കളങ്കരായ സ്വഹാബിമാർ. എനിക്ക് വേറൊരു പണിയില്ല. ഒരു ഗുരുമുഖത്ത് നിന്ന് കാര്യങ്ങൾ പഠിക്കാൻ സദാസമയം. റസൂലുള്ളാഹിന്റെ ചുണ്ടിൽ നിന്ന് കണ്ണടിക്കില്ല. ഖുർആൻ ഓതി കൊടുക്കുമ്പോൾ എങ്ങനെയാണ് ഓതുന്നത്, എങ്ങനെയാണ് ഉച്ചരിക്കുന്നത് ഓരോ അക്ഷരങ്ങളും. അഹ്ലുസ് സുഫ നോക്കും. അവരാണ് നബിയുടെ മുന്നിൽ. സ്വഹാബത്താണ് ഏറ്റവും ഉന്നതം. അവരിൽ കടഞ്ഞെടുക്കപ്പെട്ടവരാണ് അഹ്ലുസ് സുഫ. മദീന പള്ളിയിൽ റസൂലുള്ളാഹിന്റെ മുന്നിൽ അവർ വളരെ ആത്മാർത്ഥമായി വളരെ ഇഖ്ലാസോടുകൂടെ അള്ളാഹിന്റെ തിരുദൂതരുടെ മുന്നിലിരിക്കാം. വലിയ മരുന്നാണ് ഖുർആൻ. സഹോദര, വ്രണിത ഹൃദയങ്ങൾക്ക് സാന്ത്വനമേകുന്ന വിശുദ്ധ വചനങ്ങൾ ഓതിക്കൊടുക്കുകയാണ് അള്ളാഹിന്റെ തിരുദൂതർ. നജ്മ് സൂറത്താണ് എന്നിട്ട് വിഷയം. നജ്മ് സൂറത്ത് ഇങ്ങനെ ഓതി അതിന്റെ അവസാനത്തിൽ അഹ്ലുസ് സുഫ നബിയുടെ മുന്നിൽ ഇങ്ങനെ സാഗൂതം വീക്ഷിക്കും. മഹാനായ പ്രവാചകർ ഓതിക്കൊടുത്തതിന്റെ അവസാന ഭാഗം വതൽഹഖൂൻ വലാ തബ്കൂൻ വഅൻതും സാമിദൂൻ ഫസ്ജുദൂ ലില്ലാഹി വഅബ്ദൂ. ഈ ഭാഗം നബി തങ്ങളുടെ ഓതലോടുകൂടെ അഹ്ലുസ് സുഫത്ത് കരഞ്ഞു. റസൂൽ ഓത്തിൽ മുഴുകിയിരിക്കണം. അഹ്ലുസ് സുഫത്ത് കരഞ്ഞു. മദീന പള്ളിയിൽ അവർ കരയാൻ തുടങ്ങി. അവരിങ്ങനെ ഏങ്ങി കരയുന്ന ശബ്ദം നബി കേൾക്കലോടുകൂടെ റസൂലിന് കരച്ചിൽ വന്നു. റസൂലുള്ളാഹിന്റെ കവിളിലൂടെ, റസൂലുള്ളാഹിന്റെ താടിരോമത്തിലൂടെ കണ്ണുനീരിങ്ങനെ ഒലിച്ചിറങ്ങി. ഇത് കണ്ടതോടുകൂടെ ജനങ്ങൾക്ക് വീണ്ടും നിയന്ത്രണം വിട്ടു. സയ്യിദനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഈ സംഭവം സഹോദര ചരിത്രം പറയുന്നത് മദീന പള്ളിയിൽ നിസ്കരിക്കാൻ വന്ന ആളുകളും കരയാൻ തുടങ്ങി. എന്താ ആകെ കരച്ചിൽ, മദീന പള്ളിയിൽ ആകെ കരച്ചിൽ. എന്തേ? അവസാന നിബിധങ്ങൾ എഴുന്നേറ്റെന്ന് പറഞ്ഞു, അള്ളാനെ ഭയന്ന് കണ്ണീര് വരുന്ന ആളുകളുടെ ശരീരം നരകത്തിന്റെ തീ സ്പർശിക്കില്ല എന്ന് പറഞ്ഞിട്ട് ആ കരച്ചിൽ നിർത്തിയത്. എന്ത് പോലെ കരയിപ്പിച്ച കാര്യം? നിങ്ങളൊക്കെ ചിരിക്കുന്നവരാണ്, വലാ തബ്കൂൻ നിങ്ങൾ കരയാത്തവരാണ്, വഅൻതും സാമിദൂൻ നിങ്ങൾ സാമിദീങ്ങളാണ്. സുമൂദ് എന്ന് പറഞ്ഞാൽ എന്താ? 3 കാര്യങ്ങൾ ഒരേ സമയത്തുള്ളവർ എന്നാണ്. ലഹ്വ്, ഗഫലത്ത്, കിബ്ർ. അതായത് കളി, അഹങ്കാരം, അശ്രദ്ധ. അള്ളാന്റെ കാര്യത്തിൽ ശ്രദ്ധയില്ലാതിരിക്കുക. ആര് പറഞ്ഞാലും കേൾക്കൂലാവല്ലാത്ത അഹങ്കാരം, അഹംഭാവം, കിബ്ർ നടിക്കും. അതോടുകൂടെ വെറും വിനോദം. നിങ്ങളെ അവസ്ഥ അങ്ങനെയാണ്. അപ്പൊ ഈ നിങ്ങളെന്ന് പറയുമ്പോ ഈ അഹ്ലുസ് സുഫ കരുതിയത് എന്താ? പടച്ചോനെ ഞങ്ങളെ പറ്റിയാണോ ഈ പറയുന്നത് എന്നാണ്. നിങ്ങൾ ചിരിക്കാത്തവർ, നിങ്ങൾ വെറും ചിരിക്കുന്നവരാണ്, നിങ്ങൾ അല്ലാഹനെ പേടിച്ച് കരയാത്തവരാണ്. അങ്ങനെയാണ് ഖുർആൻ പറഞ്ഞത്. അപ്പൊ നിങ്ങളെന്ന് പറയുമ്പോൾ ഈ അഭിസംബോധന ഇവരോടാണെന്നുള്ള ഇവരെ കരയാണ്. യഥാർത്ഥത്തിൽ നമ്മളെ പറ്റിയല്ലേ പറയുന്നത്. അവർ കരയാനുള്ള കാരണം എന്താ? അല്ലാഹുവേ, ഞങ്ങൾ നിന്നെ മറന്ന് ചിരിക്കുന്നവരല്ലല്ലോ, ഞങ്ങൾ നിന്നെ പേടിച്ച് കരയുന്നവർ തന്നെയാണല്ലോ എന്ന് ചിന്തിച്ച് നിഷ്കളങ്കനായ അവർ പൊട്ടിക്കരഞ്ഞു പോയി. എത്രയോ സംഭവങ്ങൾ. ഇതൊക്കെ നമ്മൾ അടിവരണം സഹോദര, നമ്മുടെ പൂർവീകരുടെ ഈ വിഷയത്തിലുള്ള ശ്രദ്ധ. ഇവിടെ അല്ലാഹു പറയുന്നതോ, എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ലെങ്കിൽ ഫദറുഹും അവരെ കാര്യങ്ങൾ വിട്ടോളൂ, യഹൂദു വയൽഅബു അവർ കളിക്കട്ടെ, അവർ തെറ്റിൽ മുഴുകട്ടെ. യഹൂദു എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവരും തെറ്റ് ചെയ്യുമ്പോൾ അതിലാണ് കൂടിക്കൊടുക്കുക. അതൊന്നും അത്ര വലിയ പ്രശ്നമില്ല എന്ന് തോന്നാം. നരകത്തിൽ ഒരു പ്രധാന ഏരിയ ഉണ്ട്, സഖർ എന്നാണ് അതിന് പറയുന്നത്. ആ സഖറിൽ കടന്ന ആളുകളോട് സ്വർഗാവകാശികൾ ചോദിക്കും, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ സഖറിൽ കടന്നത്? ഖുർആൻ അത് പറയുന്നുണ്ട്. ആ സന്ദർഭത്തിൽ അവർ മറുപടി പറയും, ഞങ്ങൾ സഖറിൽ കടക്കാനുള്ള കാരണം എന്താ? അല്ലാഹു തആല ഖുർആനിൽ പറയുന്നുണ്ട്, ഖാലൂ അല്ലാഹു ഖുർആനിൽ പറയുന്നു, മാ സലകകും ഫീ സഖർ നിങ്ങളെ ഈ സഖറിൽ കടത്തിയ കാര്യം എന്താണ് എന്ന് സ്വർഗത്തിൽ കടന്നവർ ആ നരകത്തിലുള്ളവരോട് നാളെ ചോദിക്കും. ഖാലൂ ആ സമയത്ത് നരകത്തിലുള്ളവർ പറയും, ലം നകു മിനൽ മുസല്ലീൻ ഞങ്ങൾ ദുനിയാവിൽ വെച്ച് നിസ്കരിച്ചവരായിരുന്നില്ല, വലം നകു നുത്ഇമുൽ മിസ്കീൻ ഞങ്ങൾ അഗതികൾക്ക് ആഹാരം കൊടുത്തിരുന്നില്ല, പിന്നെയോ വകുന്നാ നഖൂലു മഅൽ ഖായിനീൻ ഞങ്ങൾ തെറ്റ് ചെയ്യുന്നവരോടൊപ്പം തെറ്റിൽ മുഴുകിപ്പോയി. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ നരകത്തിലെത്തിയത്. എല്ലാവരും സിനിമ കാണുന്നു, നമ്മളും കൂടി കൊടുത്തു. അതൊന്നൊരു വിഷയമല്ല. വീടുകളൊക്കെ മിനി സിനിമ ഹാളായിട്ട് മാറി. പണ്ടായിരുന്നു അതൊക്കെ വലിയ വിഷയം. ഇന്നതൊരു വിഷയമല്ല. പരന്ന മൊബൈലേറ്റും പള്ളിക്ക് വന്ന് കാണുന്നവരോട് മസ്ലണ്ടെന്ന കാര്യം.
ചിന്തിച്ചോളൂ. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. അവസാനം അള്ളാഹു പറയുന്നത്, സഹോദര, അന്നത്തെ അവസ്ഥ എന്താ? ഏത് ദിവസമാണ് അള്ളാഹു തആല ഈ കളിക്ക് പകരം വീട്ടുക? യൗമ യഖ്റുജൂന മിനൽ അജ്ദാസി സിറാഅ, അവർ ഖബറുകളിൽ നിന്ന് അതിവേഗം എഴുന്നേറ്റ് വരും. ഏതുപോലെ? കഅന്നഹും ഇലാ നസുബിൻ യൂഫിലൂൻ, ഒരു നാട്ടക്കുറി ലക്ഷ്യമാക്കി നീങ്ങുന്നവരെ പോലെ, ഒരു നാട്ടക്കുറി ലക്ഷ്യമാക്കി നീങ്ങുന്നവരെ പോലെ അതിശീഘ്രം വരുന്നു. നമ്മളിപ്പോ ഒരൊറ്റ പോയിന്റിലേക്ക്, നമ്മളിപ്പോ അങ്ങാടിയിൽ ഒരു പോയിന്റ് വെച്ച്, ഇത് മലപ്പുറത്ത് നിന്ന് പറയാണ്, കൂട്ടിലങ്ങാടി ബസ് സ്റ്റോപ്പിന്റെ മുന്നിൽ ഒരു പോയിന്റ്, ഒരു സ്ഥലം നിശ്ചയിച്ചിട്ടുണ്ട്. അവിടെ ആദ്യം ചെന്ന് എത്തുന്നവർക്ക് ഒരു സ്വർണത്തിന്റെ ഒരു കോയിൻസ് സമ്മാനം എന്ന് പറഞ്ഞാൽ എല്ലാവരും ആ പോയിന്റ് ലക്ഷ്യമാക്കിയ നീങ്ങുക. മഞ്ചേർ റോട്ടിന് ആരും ഓടൂല, അവിടെ ഓടിയിട്ട് കാര്യമില്ല, ഇങ്ങോട്ട് തന്നെ ഓടുക. ഇതുപോലെ സഹോദര, നാളെ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോ ആദ്യം ഒരു പരക്കം പാച്ചിലുണ്ടാവും. ഖുർആൻ അതിനെപ്പറ്റി പറയുന്നുണ്ട്, ചിന്നിച്ചിതറിയ പാറ്റകളെ പോലെ. പിന്നെല്ലാവരും പിന്നോട് പിടുത്തം കിട്ടി, എവിടെയൊക്കെ ഓടേണ്ടത്, പിന്നെല്ലാവരും ഒറ്റ പോയിന്റിലേക്കാണ്. അതാണ് ഖുർആൻ പറയുന്നത്, കഅന്നഹും ഇലാ നസുബിൻ യൂഫിലൂൻ, ഒരു നാട്ടക്കുറി ലക്ഷ്യമാക്കി നീങ്ങുന്നവരെ പോലെ അവർ നീങ്ങും. ഖാശിയത്തൻ അബ്സാറുഹും, അവരുടെ കണ്ണുകൾ ഭയത്താൽ വിനയം കാണിക്കുന്നു. ആകെ പേടിച്ചിട്ടുണ്ട്. ദുനിയാവ് നല്ലോണം കളിച്ചോനാ, അല്ലാത്തവനെന്താ നല്ല റാഹത്താവും മഹ്ശറയിൽ. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഓൻ പുഞ്ചിരിച്ചു നടക്കും, ഓൻ വിജയിച്ചു, പ്രശ്നമില്ല, അവനതൊരു പ്രശ്നമില്ല. അതേസമയം ഇവിടെ വെച്ച് അല്ലാഹനെ മറന്നവർ, ഖാശിയത്തൻ അബ്സാറുഹും, അവരെ കണ്ണുകളതാ വിനയം കാണിക്കുന്നു. തർഹഖുഹും ദില്ല, അപമാനം ആകെ വലയം ചെയ്യും, വഷളത്തരം ആകണം, പൊതിയുമാകലെന്നാണ്. ദാലികൽ യൗമുല്ലദീ കാനൂ യുഅദൂൻ, അല്ലാഹു പറയുന്നു, നോക്കൂ, ദാലികൽ യൗമുല്ലദീ കാനൂ യുഅദൂൻ, അവരോട് താക്കീത് ചെയ്യപ്പെട്ട ദിവസമാണിത് എന്നവരോട് പറയപ്പെടുന്നതാണ്. കളിച്ചപ്പോൾ എന്താ പറഞ്ഞത്? എത്ര പറഞ്ഞാലും കേൾക്കാത്തവരോട് വിട്ടോളൂ, ഓലെ കാര്യം വിട്ടോളൂ. തെളിക്കുന്നിടത്തൊക്കെ പോകുന്നില്ല, എന്നാ പിന്നെ പോകുന്നിടത്തേക്ക് പോട്ടെ, ശരിയാക്കി കൊടുക്കാനാണ്. അന്ന് പറയും, അന്ന് ശരിയാക്കി തരാന്ന് പറഞ്ഞില്ലേ, അതാണത്, അനുഭവിച്ചോ എന്ന് പറയും. അപ്പം ഞാനൊരു മടക്കം ദുന്യാവിലേക്ക് അവർക്ക് നൽകുകയാണെങ്കിൽ അവൻ ദുന്യാവിലേക്ക് വരാൻ തയ്യാറാകും, അവൻ നന്നാകും. പക്ഷെ ഒരു മടക്കം ഒരിക്കലും ലഭിക്കൂല. അതുകൊണ്ട് റമളാനാണ് സഹോദര, ഈ റമളാനോട് കൂടെ വേണ്ടാത്ത അത്തരം കളികളോടൊക്കെ ഒന്ന് സലാം പറയാൻ ഒരു പ്രതിജ്ഞ എടുക്കേണ്ട സന്ദർഭം. നമ്മൾ കുറച്ചാളുകളെങ്കിലും ഇത് തീരുമാനിച്ചാൽ നമ്മുടെ വീടുകളിൽ, നമ്മുടെ മക്കളിൽ, നമ്മുടെ ഭാര്യമാരിലൊക്കെ നാം നടപ്പിൽ വരുത്താൻ കഴിയും. അതല്ലാതെ കാലഘട്ടത്തിന്റെ ഈ ഒടുക്കിനനുസരിച്ച് നീന്തിയാൽ പരലോകം നഷ്ടപ്പെടും. എതിരെ നീന്താൻ നമ്മൾ പഠിക്കണം. ഇവിടുന്ന് അങ്ങോട്ട് ജീവിക്കാൻ അത് അത്യന്താപേക്ഷിത. കാരണം നമ്മുടെ ദീന് പലപ്പോഴും നഷ്ടപ്പെടും. തെറ്റുകളൊക്കെ ശരിയായി മാറിയതുപോലെ അതിന് മാത്രം തെറ്റുകൾ, ഒരു പ്രശ്നമല്ല, ആളുകൾക്ക് ഒന്നും ഒരു പ്രശ്നം. ദുന്യാവാണിത്, ഇത് നമ്മുടെ പരലോകത്തെ നഷ്ടപ്പെടും. അതുകൊണ്ട് ഈ നോമ്പ് ഒരു തുടക്കമാകട്ടെ. കാരണം ഈ റമളാന് ഒരു തുടക്കമാകണം. പരിശുദ്ധ റമളാന് ഒരു പ്രകാശം. മൂസ നബിയോട് അള്ളാഹു പറഞ്ഞു, മുഹമ്മദ് നബിയുടെ ഉമ്മത്തിന് അള്ളാഹു പറയണം, മൂസ നബിയോട്, മുഹമ്മദ് നബിയുടെ ഉമ്മത്തിന് ഞാൻ 2 പ്രകാശം നൽകിയിട്ടുണ്ട്, 2 ഇരുട്ടുകളിൽ നിന്ന് കരകയറാനാണത്. മൂസ നബി ചോദിച്ചു, മുഹമ്മദ് നബിയുടെ ഉമ്മത്തിന് നൽകുന്ന 2 പ്രകാശം ഏതാണ് റബ്ബേ? ആ സമയത്ത് അള്ളാഹു പറഞ്ഞു അത്രേ, നൂറുൽ ഖുർആൻ വ നൂറു റമളാൻ, ഖുർആനാകുന്ന പ്രകാശമാണ്, റമളാനാകുന്ന പ്രകാശമാണ്. 2 ഖുർആനാകുന്ന പ്രകാശമാണ് ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ഒരുമിച്ച് കൂടുന്നത്. റമളാനിൽ ഇപ്പോൾ നമ്മൾ നിലകൊള്ളുകയാണ്. 2ഉം ഒരുമിച്ച് കൂടിയ സന്ദർഭം അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇരുട്ടേതാന്ന് ചോദിച്ചു. ഏത് ഇരുട്ടിൽ നിന്നാണ് ആ മുഅ്മിനീങ്ങൾ കരകയറുക? മുഹമ്മദ് നബിയുടെ ഉമ്മത്ത് ഒന്ന് ഖബറിലെ ഇരുട്ടും ഒന്ന് ഖിയാമത്ത് നാളിലെ ഇരുട്ടുമാണെന്ന് ഖദീമുല്ലാഹി മൂസ നബി അള്ളാഹു പഠിപ്പിച്ചു വന്നു. ഈ ഉമ്മത്തിനെ പറ്റി, ഈ ഉമ്മത്തിന് അള്ളാഹു കൊടുത്ത പ്രകാശത്തെ മൂസ നബിയോട് അള്ളാഹു പറയും, മൂസ നബിയോട് പറയും, കലീമുല്ലാഹി മൂസ നബിയോട് അള്ളാഹു പറയും. അതുകൊണ്ട് സഹോദര, ആ 2 പ്രകാശം, ഒന്ന് ഖുർആനാണ്, 2 റമളാനാണ്. റമളാനിലാണ് ഖുർആൻ ഇറങ്ങിയത്. അൽഹംദുലില്ലാഹ്, നമ്മൾ വലിയ ഭാഗ്യവാന്മാരാണ്. ആ വിഷയത്തിൽ നമ്മൾ വലിയ ഭാഗ്യവാന്മാരാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളുമായി സജീവമായി നമ്മൾ മുന്നോട്ട് പോകാം, സജീവമായി മുന്നോട്ട് പോകാം. സ്വർഗം വല്ലാതെ ആഗ്രഹിക്കുന്ന വിഭാഗങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ വിഭാഗം ഖുർആൻ ഓതുന്നവരാണ്. ഖുർആൻ ചിലരെ വല്ലാതെ കൊതിക്കുമെന്ന് ഹദീസിലുണ്ട്. വല്ലാതെ ആഗ്രഹിക്കും, അവരൊന്നും വന്നെങ്കിൽ, അവരൊന്നും എത്തിയെങ്കിൽ. സ്വർഗത്തിലെ ആ സുഖങ്ങളൊക്കെ ആസ്വദിപ്പിക്കാൻ വേണ്ടി സ്വർഗം കൊതിക്കാം. അതിൽ അള്ളാന്റെ തിരുതർ ഒന്നാമത് എണ്ണി വിഭാഗം ഖുർആൻ ഓതുന്നു.
ഇത് റമദാനാണ്. വളരെ ആത്മാർത്ഥമായിട്ട് നമ്മൾ ഒരുപാട് ഓതണം. സലഫ് സ്വാലിഹീങ്ങളുടെ വഴി 7 ദിവസം കൊണ്ട് ഫത്തായിരുന്നു. റമദാൻ അല്ലാത്ത സമയം, റമദാൻ കണക്കില്ല, അതിന് മാത്രം ജാഗ്രത കാണിച്ചു. അതുകൊണ്ട് നമുക്കും ഇത്ര നല്ല കാര്യങ്ങൾക്ക് സമയം കാണണം. വെറും തിരക്കാകരുത്. എത്ര തിരക്കാണെങ്കിലും നമ്മളെ കുളിപ്പിക്കാം. കടന്നുറക്കും മിഹ്റാബിന്റെ അരികെ നമ്മൾ നിസ്കരിക്കാൻ വരെ ഒഴിവില്ലായിരുന്നു, നമുക്ക് വേണ്ടി നിസ്കരിക്കും. അതൊക്കെ നമുക്ക് ഓർമ്മ വേണം. അതുകൊണ്ട് തന്നെ ഈ സമയം നമ്മൾ ഉപയോഗപ്പെടുത്തിയാൽ അനാവശ്യമായ കളിയൊക്കെ ഉപയോഗിക്കും. എന്നാൽ പ്രകൃതി മതമായി ഇസ്ലാം പറ്റ കൊട്ടിയടക്കുന്നില്ലല്ലോ. നിങ്ങളെ ഭാര്യമാരുമായി നിങ്ങൾ സംസാരിക്കുന്നതും കളിക്കുന്നതും അത് നിങ്ങൾക്ക് കൂലിയുണ്ടെന്ന് പ്രവാചകർ പറഞ്ഞപ്പോ സ്വന്തം ഭാര്യമാരോട് ചിരിക്കുന്നതിനും കളിക്കുന്നതിനും കൂലിയുണ്ടോ എന്ന് ആശ്ചര്യത്തോടുകൂടെ സ്വഹാബിമാരെ തിരിച്ചു ചോദിച്ചപ്പോ റസൂൽ ചോദിച്ചത്, ഒരു അന്യ പെണ്ണുമായി ചിരിച്ചു കളിച്ചാൽ കുറ്റമുണ്ടോ? ഉണ്ട്. എന്നാൽ സ്വന്തം ഭാര്യയോട് ചിരിച്ചു കളിച്ചാൽ കൂലിയുണ്ട് എന്നാണ്. ഇസ്ലാം കൊട്ടിയടിച്ചിട്ടില്ല. അനുവദനീയമാക്കിയ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഒരു പെണ്ണ് ആഭരണങ്ങളും മറ്റും മാറ്റി ഒരുങ്ങേണ്ട സ്വന്തം ഭർത്താവിന്റെ മുന്നിലാണ്. ഇസ്ലാം അംഗീകരിച്ചതാണ്. നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രിയപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ തലവെച്ച് കിടക്കുമായിരുന്നു. പള്ളിയിൽ കിടക്കുന്ന തിരുദൂതർ റൂമിലിരിക്കുന്ന ആയിഷ ബീവിന്റെ മടിയിലേക്ക് തലവെച്ച് കൊടുക്കും. ഇസ്ലാം അംഗീകരിച്ചു. അപ്പൊ നമുക്ക് അല്ലാഹു തആല ഒരുപാട് നൽകിയിട്ടുണ്ട്. വേണ്ടതൊക്കെ പരിധി വിടരുത്. അത് വിട്ടാൽ മരണത്തോടുകൂടെ നമുക്ക് ബുദ്ധിമുട്ടാണ്. കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ചില കാര്യങ്ങളൊക്കെ നടപ്പിൽ വരുത്താൻ. ശ്രദ്ധിക്കാം. ഞാൻ പറഞ്ഞില്ലേ, ആളുകളൊക്കെ ഒരു ഒടുക്കിന് പോകുമ്പോൾ നമ്മൾ മാത്രം സൂക്ഷ്മതയുടെ വഴി സ്വീകരിച്ച് അതിന് എതിര് നിൽക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ കളിയാക്കാൻ സാധ്യതയുണ്ട്. സാരല്ല, ഇവനുണ്ടാവില്ലല്ലോ, നമ്മൾ മരിക്കും, നമ്മളെ രക്ഷയ്ക്ക്. ഇപ്പൊ നമുക്കൊരു ജയിലിൽ അകപ്പെട്ട് പോലെ തോന്നും. സാരല്ല, മരിക്കലോട് കൂടെ ഫുൾ സ്വാതന്ത്ര്യമാണ്. ഇല്ലെങ്കിൽ ഇവിടെ ഒരു സ്വർഗമാണ്. ജന്നത്തുൽ കാഫിർ എന്ന് പറഞ്ഞ ആ വകുപ്പിലാണ്. പക്ഷെ മരിക്കലോടുകൂടെ വഞ്ചമില്ല, പ്രയാസം. അല്ലാഹു തആല കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി ഒരു പ്രധാനപ്പെട്ട സൂറത്തിന്റെ വിശദീകരണം നമ്മൾ തുടങ്ങാണ്. സൂറത്തുൽ ഹാഖ. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറയാനും കേൾക്കാനും അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ.